ഇതാണ് ലിനൻ കോട്ടൺ. ക്വാളിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. ഷോപ്പിലേക്ക് ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഈ ഫുൾ. അതിന് എത്ര ബ്രാൻഡ് ഉണ്ട്? ഏകദേശം 60-ൽ പരം. റേറ്റ് വൈസ് ഒക്കെ എങ്ങനെ? അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇതിൽ സോഫ്റ്റ് സിൽക്ക് സെക്ഷൻ ഉണ്ട്, ഫാൻസി ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, ഹാൻഡ്ലൂം ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൗണ്ടർ സെറ്റ് ചെയ്തതാണ്. ഈ ഒരു ഐറ്റത്തിന് ബർഗർ ബാഗി പറഞ്ഞാണ് മാർക്കറ്റിൽ ഇപ്പം അറിയപ്പെടുന്നത്. കളക്ഷൻസ് കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വിടാനും തോന്നില്ല അല്ലെ? എന്തൊരു ക്യൂട്ടാ നോക്കാം. മഞ്ഞ എന്ത് രസാലേ. ഇത് നമ്മുടെ സെറ്റ് മുണ്ട് യൂണിഫോംസ് ആണ്. ഈ ഒരു ബില്ലിംഗ് സെക്ഷനിൽ ഇപ്പൊ തിരക്കൊന്നുകൂടി കൂടിട്ടോ. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അയക്കാനുള്ളതാണ് ഓൾ കേരള. ഓൾ കേരള മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലേക്കും. ഇത്ര വണ്ടി വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മള് 35 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്. റേറ്റ് വൈസ് ക്വാളിറ്റി വൈസ് ഒക്കെ എങ്ങനെ? സെലക്ഷൻ ഉണ്ട്, അതുകൊണ്ടല്ലേ ഇവിടെ വരുന്നത്. എന്ത് പോയി? സൂപ്പർ ബോയ് ഇവരുടെ ഓൺ ബ്രാൻഡ് കേട്ടോ. നമ്മളെ കൂടെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറില്ല. ഇത് സ്റ്റാഫുകളല്ല, നമ്മളെ കൂടെ ഉള്ള ആൾക്കാരാണ്. സ്റ്റോക്ക് അല്ല, മൊത്തം സാമ്പിൾസുകൾ തന്നെ. ഇത് സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ്. ഇതിപ്പോ നൈലോൺ വിസ്കോസ് പറഞ്ഞ ഇപ്പൊ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കുളത്തിൽ വന്നൊരു ഐറ്റം ആണ്. ഇത് നമ്മുടെ മെയിൻ സെക്ഷൻ ആണ്. ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസിൽ. ഇതും അതുപോലെ നമ്മളൊരു ബ്രാൻഡാണ് മാം, പൊടിമോൻ. ഇതൊക്കെ നമ്മൾ ഓൺ ബ്രാൻഡ്, പ്രാർത്ഥന എന്ന് പറഞ്ഞ ഓൺ ബ്രാൻഡിൽ വരുന്നതാട്ടത്. എന്തൊരു ക്യൂട്ട്. ഇത് കുട്ടികളുടെ ഫ്രോക്ക് തന്നെയല്ലേ? ഇതൊന്നുകൂടി ഒന്ന് എക്കണോമി ആയിട്ടുള്ള ഐറ്റംസ്. റേറ്റോ പോലെ വിലയാ കൊടുക്കണമെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. റേറ്റിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഈ മാർക്കറ്റ് ആരൊക്കെ കണ്ടിട്ടുണ്ട്? കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയ ബിഗ് മാർക്കറ്റാണ്, ഹോൾസെയിൽ മാർക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അപ്പൊ നമ്മള് ഒരു ഷോപ്പിലേക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ സംഭവം എന്നറിയോ? ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇത് വലിയൊരു എന്താ പറയാ, നിധി സൂക്ഷിച്ചു വെച്ച സംഭവം നമ്മളിങ്ങനെ എടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. അപ്പൊ കുറെ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് 1 lakh സ്ക്വയർ ഫീറ്റിനേക്കാളും മേലെ, അതുക്കും മേലെ എന്ന് പറയില്ല, അത്രയും വലിയൊരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, കോഴിക്കോട് മാർക്കറ്റില് മണി ആൻഡ് വാസു കോമാപാസ് റെഡിമെയ്ഡ് ആൻഡ് സാരീസില് ഇവര് 1 lakh എന്നൊക്കെ വെറുതെ പേര് പറയാണ് കേട്ടോ. ഇതിനൊക്കെ മേലെ അവിടെ കാണാൻ കിടക്കുന്ന അതും കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. A to Z എല്ലാ ഐറ്റംസ്. ഇവിടെ നോക്കിയാലും ആ പേര് തന്നെ, ഇവിടെ നോക്കിയാലും ആ പേര് തന്നെ, എവിടെ നോക്കിയാലും അവരുടെ പേര് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത് കോമാപാസ് അറിയാത്തവരാരും ഇല്ല. എന്ന് വെച്ചാൽ റീറ്റെയിൽ കടക്കാര് നടത്തുന്നവര് ഈ പേര് കേൾക്കാത്തവര് ആരും ഇല്ല. പക്ഷെ പുതിയതായിട്ട് ഇനി ഷോപ്പ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയ കിട്ടണ്ടേ, അതിന് വേണ്ടിട്ടാ. പിന്നെ ഈ കാണുന്നതും പാർക്കിംഗ് ഏരിയ കേട്ടോ. സാധാരണ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഏരിയ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കാണുന്നത് പാർക്കിംഗ് ഏരിയ. ഇപ്പൊ ഇവിടെ ഫില്ലായി കിടക്കുന്നുണ്ട്, നോ ഇഷ്യൂ. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർക്കിംഗ് കൂടി ഉണ്ട്. ആ ഒരു പാർക്കിംഗ് സെക്ഷനിൽ ഒന്ന് പോയി നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ആ സൈഡിൽ കൂടെ വരാണെങ്കിൽ, വണ്ടി ആയിട്ട് വരാത്തവർക്കാണെങ്കിൽ നമ്മൾ ബസ് ത്രൂ വരാണെങ്കിൽ ന്യൂ ബസ് സ്റ്റാൻഡ് ആണ് കാണുന്നത്. കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അവിടെ കാലി കുത്തി കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഈ ഒരു സെഞ്ചുറി കോംപ്ലക്സിലാണ്. ഇനി ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യം കൂടി നോക്കാം. കുറേ വണ്ടികൾ, എത്ര വണ്ടികളിലേക്ക് വന്നോ, നമുക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. വരും. പിന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കൂടി ഉണ്ട്. ഈ ഒരു സൈഡില് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കൂടി ഉണ്ട്. ഒന്നുമല്ല, പാർക്കിംഗ് ഏരിയ ആണ് ശരിക്കും കാണേണ്ടത് കേട്ടോ. ഇതൊന്നുമല്ല. ഈ കാണുന്നതാണ് ഇവരുടെ പാർക്കിംഗ് ഏരിയ. എത്ര വണ്ടി വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒരു വണ്ടിയിൽ വന്നാൽ മതി, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവർ നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിച്ചു തരും. അപ്പൊ എത്ര വണ്ടി വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എവിടെ നോക്കിയാലും കോമാപാസ് നോക്കിയാൽ ബോർഡ് ഫുൾ കാണുന്നത്. അപ്പൊ ഇവിടെ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത് പെയ്ഡ് പാർക്കിംഗ് ആണ്. പക്ഷെ നിങ്ങൾ പൈസ കൊടുക്കണ്ട. ആദ്യം ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ, പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അത് റീഫണ്ട് ചെയ്ത് തരും. അതുകൊണ്ട് നോ ഇഷ്യൂ. വണ്ടി ധൈര്യമായിട്ട് കൊണ്ടിട്ടോ. സെക്യൂരിറ്റിക്കാർ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊടുത്തോ. നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ കാണുന്നത് മൊത്തം പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇവരുടെ എന്താ വെറൈറ്റി കളക്ഷൻസ് അതൊന്നും നമുക്ക് കാണണ്ടേ. ഇവിടെ നിന്നാലും കാണാതെ. കോമാപാസ് റെഡിമെയ്ഡ് ആൻഡ് സാരീസ് മൊത്തം നിറഞ്ഞിരിക്കാണ് കേട്ടോ. 1 ലക്ഷത്തിന് മേലെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തൊക്കെ വീഡിയോയിൽ കാണിക്കാം, എനിക്കെന്നെ ഒരു ഊഹമില്ല. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് അവിടെ കിട്ടും. പോവാം അവിടേക്ക്. ലിഫ്റ്റ് ത്രൂ കയറി വരാം. അതേപോലെ തന്നെ നമുക്ക് സ്റ്റെയർ കേസ് ത്രൂ കയറി വരാം. ഇത് 3rd ഫ്ലോർ ആണ്. അപ്പൊ ലിഫ്റ്റ് ആയിരിക്കും പറ്റും. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഡയറക്റ്റ് കാല് കുത്തുന്നത് ഇവിടേക്ക്. ഹായ് ചുള്ളനൈൻഡില് ചുള്ളനൈൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർ വാച്ച മൊഞ്ചൈൻഡെന്ന്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിട്ട് എന്താ അവിടെ ചോദിച്ചാൽ മതിയോ? ഓക്കെ, ഇവിടെ കൊറേ പേര് നിൽക്കണ്ട. ആരുടെ അടുത്തേക്കാ പോണ്ടേ, എന്താ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിട്ട്. ഒരു മിനിറ്റ് ഈ സംഭവമൊക്കെ വെക്കണമെന്നുണ്ട്. ഓക്കെ, ഇവിടെ കൊറേ പേര് നിൽക്കണേ. എനിക്ക് ആരും പരിചയമില്ല, ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഓക്കെ, എന്റെ പേര് സുധീഷ് ആണ്. ഹായ് അരുൺ.
പിന്നെ പ്രവീണായിട്ടുണ്ട്. പ്രവീണായിട്ട് പുറത്തേക്ക് പോയതാണ്. നമ്മളാണ് നാലാള്. ഓക്കെ, ഹായ്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. 300-ന് മേലെ സ്റ്റാഫ് ഉണ്ട്. 300-ന് മേലെ സ്റ്റാഫുകൾ മാത്രമേ. ഓക്കെ, അപ്പൊ 1 lakh എന്ന് പറയുമ്പോ 300 പറഞ്ഞപ്പോ ഒന്നും അല്ല. കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ടീം വേണമല്ലോ. ടീം വേണം. എനിക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. ഈ റീറ്റെയിൽ കടയിലൊക്കെ പോകുമ്പോ നിങ്ങളുടെ പേര് കുറെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അപ്പൊ ഈ കോമാ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് എന്താ പറയാ, പുതിയതല്ല. എല്ലാരും അറിയുന്നതും കേൾക്കുന്ന ഒരു പേരാണ്. പക്ഷെ എന്നാലും നമ്മുടെ പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് ഇത് എന്താണ്, എത്ര വർഷമായി, ഇവിടെ എന്ത് കിട്ടും? നമ്മള് 35 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്. മണിയൻ വാസു കോമപ്പാസ്. നമ്മള് പണ്ട് മുതലേ ഈ നെയ്ത്തിന്റെ ചെട്ടിയാർ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലിയാണ്. അപ്പൊ പണ്ടേ ഈ തുണിയുടെ അതിൽ നിന്ന് കൺവേർട്ട് ആയിട്ടാണ് റെഡിമെയ്ഡ്സ്, സാരീസ് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾ കേരള സപ്ലൈ ഉണ്ട്. കർണാടക, തമിഴ്നാട്, മിഡിൽ ഈസ്റ്റ്, ഒരുവിധ എല്ലാ ഏരിയയിലേക്കും നമ്മളെ കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം കൊടുക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, നമ്മുടെ ഓൺ പ്രൊഡക്ഷനും ഉണ്ട്, എല്ലായിട്ടുണ്ട്. എല്ലാവരും ഓക്കെ. അപ്പൊ ഇത് എത്ര വർഷം? 35 വർഷത്തെ. പക്ഷെ ഞാൻ അറിയാം നേരം വൈകുന്നേ. നിങ്ങൾ 3 ആളാണോ? എന്തെങ്കിലും ഒന്ന് പറയണ്ട. നമ്മുടെ ഈ ഒരു നമ്മുടെ മണിയേട്ടൻ എവിടെ? മണിയൻ വാസു. വാസു അച്ഛനാണ് പുറത്താളുള്ളത്. പെട്ടെന്ന് പറഞ്ഞു മനസ്സിലായില്ല. ഓക്കെ, ഇത് ഞാൻ പിടിച്ചോളാം. ഓക്കെ, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണം. ഈ 1 ലക്ഷത്തിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒന്നും എനിക്ക് കാണിക്കാനോ പറ്റില്ല. ഞാൻ ഒരാളുണ്ടായ കാര്യം നടക്കില്ല. നമ്മളൊരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ 4 ആൾ മാത്രമല്ല കേട്ടോ. നമ്മളൊരു ടീം വർക്ക് ഉണ്ട്. നമ്മളെ കൂടെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറില്ല. ഇത് സ്റ്റാഫുകളല്ല, നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. എന്നെയും കൂട്ടോ? തീർച്ചയായിട്ടും. ഈ ഒരു ഫാമിലിയിൽ അപ്പൊ നമ്മളും ഈ ഒരു ഭാഗമാവണെങ്കിൽ, നിങ്ങൾക്കും ആ ഒരു ഭാഗമാവണമെങ്കിൽ നിങ്ങൾക്കും നേരിട്ട് വരാം. അപ്പൊ വരേണ്ട സ്ഥലം എന്ന് പറയുമ്പോ ഒരു സ്ഥലത്തേക്കും പോണ്ട, ഡയറക്റ്റ് കോഴിക്കോട്. അതെ, തീർച്ചയായിട്ടും ഡയറക്റ്റ് കോഴിക്കോട് ബിരിയാണി മേടിച്ചേട്ടോ. പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും എന്താണെങ്കിലും ഇവിടെ ഉച്ചക്ക് ഇവിടുത്തെ ഭക്ഷണം അത് എന്തായാലും ഉണ്ടാവും. ആണെങ്കിലും നമ്മളൊക്കെ എല്ലാ ഫാമിലീസ് ആണ്. ഞാൻ ആദ്യം വാചകം എടുക്കില്ല, കാരണം ഇഷ്ടം പോലെ നമുക്ക് സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് എവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഇവിടെ അവിടെ ഒന്നും വേണ്ട, ലേഡിയാണ് ഞാൻ. അപ്പൊ കൂടുതൽ ലേഡീസിന്റെ ഐറ്റം കാണിച്ചിട്ട് നമുക്ക് കേൾക്കും ജെന്റ്സ് ഒക്കെ മതി. അപ്പൊ അതേതാ ഫ്ലോർ വൈസ് എത്ര ഫ്ലോർ ഉണ്ട്? ഫ്ലോർ വൈസ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ 6 ഫ്ലോർ ഉണ്ട്. അത് നമ്മൾ ഒരു 2-3 ബിൽഡിങ്ങിലായിട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എയറോപ്ലെയിൻ പോലെയാണ് ഞങ്ങളുടെ ഷോപ്പ് നിൽക്കുന്നത്. പുറത്ത് നിൽക്കുമ്പോ തന്നെ നമുക്ക് കാണാം. ഇവിടെ നോക്കിയാലും കോമാ പാസ്. അതെ, 3 ബിൽഡിങ്ങിലായിട്ടാണ്. ഏകദേശം ഇപ്പൊ മാഡം ഒരു 1 lakh സ്ക്വയർ ഫീറ്റ് അടുത്ത് നമ്മളെ ഷോപ്പ് ഉണ്ട്. അത് വെറുതെ പറയണത്, അതിന് കൂടുതൽ നമുക്ക് കണ്ടോക്കാം. തീർച്ചയായിട്ടും. അല്ല, അത് പോണേക്കാളും മുന്നേ ജസ്റ്റ് ഇവിടുത്തെ സംഭവം എന്താന്ന് ഞാൻ ചെയ്തൊന്ന് വെക്കും. ഞാൻ ഇങ്ങനെ കൂടെ കൂട്ടുണ്ട് കേട്ടോ. ഓക്കെ, കൂടെ കൂട്ടി. നമുക്ക് ഡ്രസ്സൊക്കെ കണ്ടേക്കാളും മുന്നേ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്താണെന്ന് പരിചയപ്പെടുത്തി തരും. ഇവിടെ എന്താ നമ്മളെ ബില്ലിംഗ് ഏരിയ ആണ്. മൊത്തം ബില്ലിംഗ് മാത്രമല്ല, ബില്ലിംഗ് ഡിസ്പാച്ചിങ് ഒക്കെ ഇവിടെ തന്നെയാണ് കംപ്ലീറ്റ്. ഈ ബണ്ടലൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് പോകാം. തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ ഭാഗത്തുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ മൊത്തം ഇതൊക്കെ പാർസലുകൾ കംപ്ലീറ്റ് നമുക്ക് അയക്കാനുള്ളതാണ്. ഓൾ കേരള മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലേക്കും. എന്താ വെച്ചാ കേരളം മാത്രം പോരാട്ടോ. ഇത് എനിക്ക് തോന്നുന്നില്ല കേരളത്തേക്ക് മാത്രം അല്ലാത്ത കുറെ ഇവിടെ ദുബായ് ഒക്കെ എഴുതി കാണുന്നുണ്ട്. അപ്പൊ പിന്നെ കേരളം മാത്രം പറഞ്ഞാൽ ശരിയാവോ? കേരളം മാത്രമല്ല മാം, മിഡിൽ ഈസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കർണാടക ഡിസ്ട്രിക്റ്റില് സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ ഒരുപാട് സപ്ലൈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ആക്ച്വലി ഒരു അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ഒരു ബില്ലിംഗ് സെക്ഷനും ഡിസ്പാച്ച് സെക്ഷനും മാത്രമാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ ആരൊക്കെ എന്ത് പർച്ചേസ് ചെയ്തു, ഈ ഐറ്റം ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ? തീർച്ചയായിട്ടും പോവാം നമുക്ക്. അപ്പൊ ഏതാ ഫ്ലോറിന്ന്? ലേഡീസ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ലേഡീസ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇനി ലേഡീസിന്റെ സെക്ഷനിലേക്ക് പോകാനുണ്ട്. ഒരു തെളിവാണ് ഇപ്പൊ ഈ കാണുന്നത്. സറാറ ഗറാറ മോഡൽ, ഇതുപോലെ കോട്ട് സെറ്റ്സ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ്. ഇത് ഇനിയും വെറൈറ്റി കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഗൗൺ മോഡലും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൗൺ ഉണ്ട്, സിംഗിൾ പീസ്, 2 പീസ്. ഇതാണ് ഒരു ലോകം. ലേഡീസിന്റെ മൊത്തം സെക്ഷൻ ഇതാണ്. ഇത് ലേഡീസിന്റെ എന്തൊക്കെ വെറൈറ്റീസ്, ഇതൊക്കെ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രൊഡക്ഷനിലുള്ള സംഭവം. ഈ കാണുന്നത് മൊത്തം ഇവരുടെ പ്രൊഡക്ഷൻ ഐറ്റംസ് ആണ്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് ഇപ്പൊ ഒരു ഇതിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. അതെ, ഒരുപാട് പാറ്റേൺ വരുന്നുണ്ട്. ഇതിപ്പോ 2 ഐറ്റത്തിന്റെ 3 കളേഴ്സ് ആണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ആക്ച്വലി 4 കളർ 5 കളർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും. ഈ കാണുന്ന അറ്റം വരെ എല്ലാ ഏരിയ എന്ന് പറയുന്നത് നടന്നാലും തീരില്ല. അത്രയും അധികം ഏരിയ ഫുൾ കാണിക്കാനുണ്ട് കേട്ടോ. ഈ കാണുന്ന അതിന്റെ ഇടയിൽ ഈ സംഭവം മിസ്സായി പോകണ്ട നമുക്ക്. ഇത് ടോപ്സിലാണ്. ടോപ്സ് ആണ്. ലേഡീസിന്റെ ഓൾ ഐറ്റം വരുന്നുണ്ട്. നമ്മളെ ഷോർട്ട് ടോപ്പ് ആയാലും ക്രോപ്പ് ടോപ്പ് ആയാലും ട്യൂണിക് ലെങ്ത് ആയാലും
80 ലെങ്ത് 32 ലെങ്ത് എല്ലാ ലെങ്ത് വരുന്നില്ല, ടോട്ടൽ ഐറ്റംസ് വരുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ കൊറിയൻ ടോപ്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ എത്നിക് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്. ആ സൈഡിലാണ് തിരക്ക് കൂടുതൽ. അവിടെ എന്താ ഐറ്റം ഇരിക്കുന്നത്? ലേഡീസ് ഐറ്റംസ്, കംപ്ലീറ്റ് ലേഡീസ്, കുർത്തീസ് എല്ലാം, 2 പീസ് എല്ലാ ഐറ്റംസ് വരുന്നുണ്ട്. ആ സൈഡിൽ നോക്കിയാൽ നല്ല തിരക്കുണ്ട്. അപ്പൊ അവിടെ 2 പീസ് 3 പീസ് അങ്ങനെ കളക്ഷൻസ് എല്ലാം കോൺസെപ്റ്റുകൾ എല്ലാം വരുന്നുണ്ടോ എന്നുവെച്ചാൽ എല്ലാം ട്രെൻഡി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇതൊക്കെ കസ്റ്റമർ കാണിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ള സംഭവങ്ങൾ ജസ്റ്റ് 2-3 എടുത്ത് കാണിക്കുന്ന, അതും ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് പ്രീമിയം കളക്ഷൻസ് നമ്മൾ തന്നെ ഓൺ ബ്രാൻഡിൽ വരുന്നത് വിമൻസ് എന്ന ബ്രാൻഡ്. ഞാൻ എവിടെയോ കേട്ടില്ല നിങ്ങൾക്ക് ഓൺ ബ്രാൻഡ് ഉണ്ട്. എത്ര ബ്രാൻഡ് ഉണ്ട്? ഏകദേശം 60 പുറത്ത് ബ്രാൻഡുകളുണ്ട്, എല്ലാ ഐറ്റത്തിലും കൂടി, ലേഡീസ്, കിഡ്സ്, ബോയ്സ്, ജെന്റ്സ് എല്ലാത്തിലും കൂടി 60 ബ്രാൻഡ് നിങ്ങൾ ഇവിടുന്നും പോവുള്ളൂ, ബാക്കി സ്ഥലത്ത് അത് കിട്ടില്ല. ഇല്ല, നമ്മൾ തന്നെ ബ്രാൻഡ്, നിങ്ങളുടെ ഇവിടെ തന്നെ കിട്ടുള്ളൂ. അതെ, ഏതൊക്കെ ബ്രാൻഡ്? ഒരു 5 എണ്ണം പറയാൻ പറ്റും. നമ്മള് ലേഡീസിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് വിമൻസി എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതുപോലെ ദക്ഷ, വൈഗ, അതുപോലെ തന്നെ കുട്ടികളുടെ ഐറ്റത്തിൽ നർത്തകി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട്. ബോയ്സിൽ അതുപോലെ തന്നെ കൂപ്പർ ബോയ്, കൂപ്പർ കിഡ്, ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡുകൾ. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ചോണ്ടിരിക്കുക. ഈ 1 ലക്ഷം നടന്ന് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഇടയ്ക്ക് ജ്യൂസും ചായയും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇല്ല അത് പിന്നെ മതി. ഓക്കെ, ഇനി അടുത്ത കളക്ഷൻ നോക്കാം. നമുക്ക് കോട്ടന്റെ വരുന്നുണ്ട്, പ്രീമിയമില് വരുന്നുണ്ട്. ഇവിടെ നിന്നാ തീരൂല്ല, അത്രയും കളക്ഷൻ തന്നെയാ ഇവിടെ അടുത്തുള്ള സംഭവം. അതെ, ഒക്കെ പല ലൈറ്റ് വെയിറ്റ് ഉണ്ട്, ഡാർക്ക്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഫ്രോക്ക് ടൈപ്പ് ആണ്. ഇത് ഇപ്പൊ ഈ ഒരു പ്രിന്റ്, ഈ വലിയ പ്രിന്റ് ഇപ്പൊ ഇത്തിരി ട്രെൻഡില് പോകുന്നു. അതെ, എക്കണോമി റേറ്റ് ആണ്. റേറ്റ് പക്ഷേ വീഡിയോയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എക്കണോമി റേറ്റ് ആണ്. എക്കണോമി റേറ്റ് പറച്ചിൽ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് എത്രത്തോളം റേറ്റ് കുറവാണ്. എല്ലാരും മുഖത്ത് പ്രസാദം ഉണ്ട്. എല്ലാരും റേറ്റ് നിങ്ങൾക്ക് അറിയാലേ. അതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കിയേ, അവിടുത്തെ തിരക്കൊന്ന് ജസ്റ്റ്. അത് ഏത് ഏരിയ? മൊത്തം കുർത്തീസിന്റെ ഏരിയ ആണ് കംപ്ലീറ്റ്. പല ടൈപ്പ് ഐറ്റംസ്, ഫ്ലെയർ വരുന്നുണ്ട്, എയർലൈൻ വരുന്നുണ്ട്, സൈഡ് ഓപ്പൺ വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റികൾ എന്താടാ ഈ ട്രഡീഷണൽ കാണിച്ചില്ല. ഓണത്തിന്റെ ഫെസ്റ്റിവൽ അതിന് സെപ്പറേറ്റ് തന്നെ ഒരു ഏരിയ വരുന്നുണ്ട് മാം. കംപ്ലീറ്റ് കളക്ഷൻസ് അവിടെ തന്നെ. അപ്പൊ അങ്ങോട്ട് പോണ്ടി വരും അല്ലേ? പോയാൽ നമുക്ക് കൂടുതൽ കാണാം. ഇത് ഓണത്തിന്റെ കളക്ഷൻ 1-2 കളക്ഷൻസ് കാണിച്ചത്. ഇതൊക്കെ ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻ ആണ്. ഇതൊക്കെ നമ്മൾ ഓൺ ബ്രാൻഡ് ഐറ്റംസ് ആണ് കംപ്ലീറ്റ്. അതും ഒരു പീസ് അല്ല, നിങ്ങൾക്ക് എത്ര പീസ് സെയിം ഡിസൈനിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും റെഡിയാണ്. 100, 500, 1000 എത്ര പീസ് വേണമെങ്കിലുണ്ട്. ഓണം കളക്ഷൻ തുടങ്ങി, ഓണം കച്ചവടം തുടങ്ങി, വേഗം ഓടി വന്നോ, നല്ല കളക്ഷൻസ് കൊണ്ടുപോവാ. എപ്പോഴും ഇവിടെ ഇതേപോലെ തിരക്ക് എപ്പോഴും ഉണ്ടാവും അല്ലെ? അതെ, എപ്പോഴും സീസണല്ല പ്രത്യേകിച്ച്. അതെ, നമുക്ക് ഏരിയ കവർ ചെയ്ത് പോവാം. കാരണം എല്ലാ കളക്ഷൻസ് കാണിക്കാൻ തീരൂല ഇവിടെ. മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് കോമ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂർ എടുക്കാൻ കൂടിയിട്ടാണ് വന്നത്. എത്ര സ്ക്വയർ ഫീറ്റിൽ എത്ര ഏരിയയിൽ എന്തൊക്കെ ഇരിക്കുന്നത്. ഈ കാണുന്നത് വെറും കോമ പാസ് അല്ല, മണിയൻ വാസു. മണിയേട്ടനെ ഇതുവരെ കണ്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഒന്ന് മീറ്റ് ചെയ്തിട്ട് പോവാ. ഇത്രയും വലിയൊരു വ്യക്തിനെ നമ്മൾ കാണാണ്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയിൽ കാണിക്കാണ്ട് പോയി അതൊരു മോശമുള്ള കാര്യമാണ്. ഇനി 3 പീസിന്റെ ഒരു കളക്ഷൻ, ഇത് പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ. ഈ ഫുൾ അതിൽ ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, ജിമ്മി ചൂല്, ഫെൻഡി, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് വന്നത് ഇപ്പോ നമ്മളെ ഏറ്റവും മൽചന്തരി എന്ന ഫാബ്രിക് ആണ്. മൽചന്തേരി മൽക്കോട്ടൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മൽചന്തേരി ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേൾക്കണ്ടാവുക. ഇതും സോഫ്റ്റ് ആണ് അല്ലേ? നല്ല സോഫ്റ്റ് ആണ്. ഇതും സോഫ്റ്റ്, അതും വിത്ത് ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് ഇതാണ്. ഇതില് ഹാൻഡ് വർക്ക് വേറെ കളർ മീൻസ് ലൈൻ കട്ടിങ്, സൈഡ് ഓപ്പൺ എല്ലാത്തിലും വരുന്നുണ്ട്. ഇതാണ് ഇപ്പൊ ട്രെൻഡ് നടക്കുന്നത്. ഏറ്റവും ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള ഒരു ക്ലോത്ത് ഇതാണ്. എല്ലാം നമ്മളിപ്പോ കോട്ടണിലും അതുപോലെ തന്നെ അജ്രക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ മാം പറഞ്ഞ പോലത്തെ ഫെൻഡി, ക്രഞ്ചി എല്ലാ ക്ലോത്തുകളും ഇപ്പൊ അവൈലബിലിറ്റി ആണ്. അത് എല്ലാ എക്കണോമി റേറ്റിൽ ഇപ്പൊ എല്ലാ ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാൽ 3 പീസിന്റെ സെറ്റ്, 3 പീസ് അല്ല, ഇത് 2 പീസിന്റെ ഗൗൺ ആയിട്ട്. ഗൗൺ ടൈപ്പ് ആണ്. ഇത് ഗൗൺ ആണ്, 2 പീസിന്റെ സെറ്റ് ആണ്. ഇതിൽ പാന്റ് ഉണ്ടാവില്ല. ഇതും ഒരു ഫെൻഡി വെൽവെറ്റ് ടച്ചിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. അത് കൂടാണ്ട് നമുക്ക് സിംഗിൾ കുർത്തീസ്, കുട്ടികളുടെ സെക്ഷൻ ആണ് മാം. ഇത് കുട്ടികളെ 2 പീസുകൾ 3 പീസുകളാണ്. ഷോ ചെയ്യാൻ വേണ്ടി ചെയ്താണ്. അല്ല, കുട്ടികൾക്ക് വരുന്നുണ്ട് കുർത്തീസും 3 പീസും 2 പീസും 36, 38, 40 സൈസ് വരുന്നത്. അപ്പൊ ഇത് ഒരുപാട് പാറ്റേൺസ് തന്നെ വരുന്നുണ്ട്. ഇതിലിപ്പോ എന്താ പറയാ, നമുക്ക് പാർട്ടി വെയർ തൊട്ട് നമുക്ക് ഡെയിലി വെയർ കളക്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ആ ബണ്ടൽ എടുത്തു. ഈ ബണ്ടലിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ 34, 36, 38, 40. അപ്പൊ എനിക്കുള്ള സൈസ് ഉണ്ട്. അപ്പൊ 40 ശരിക്കും പറയാം. പക്ഷെ ഇത് വലിയൊരു ചെറിയ കുട്ടി, ഒരു ടീനേജ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി കിട്ടാൻ
ഏറ്റവും ടൈറ്റിലുള്ള ഒരു സൈസ് ആണ്. വെറൈറ്റി കിട്ടില്ല ഇതിനകത്ത്. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് സെലക്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതും ഇത് ക്രഞ്ച് ഫെൻഡി ആ ഒരു മെറ്റീരിയലിൽ വരുന്ന ഫുൾ പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഫുൾ ഇങ്ങനെ ജിഗ്ജാക്ക് ആയിട്ടുള്ള കളക്ഷൻസ് കാണിക്കണം. കാരണം നമ്മളിപ്പോ കോഴിക്കോടാ നിൽക്കണം. ഇതല്ലാത്ത കളക്ഷൻസും ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓൾ കേരളത്തിൽ പോകുന്ന ഐറ്റംസ്. അതെ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കോട്ടന്റെ മെറ്റീരിയലും അവൈലബിൾ ആണ് കേട്ടോ. കോട്ടണിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിലും അനാർക്കലി ടൈപ്പ് ആണ് മാം. അനാർക്കലിയിലുണ്ട്, സ്ട്രേറ്റിലുണ്ട്, എ ലൈനിലുണ്ട്, വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഡിസ്പ്ലേയിലുള്ളത് മാത്രം ഓടിപ്പിച്ച് കാണിക്കുന്നു. കാരണം ഇവിടെ ഈ 1 lakhന്റെ മുകളിലുള്ള സ്ക്വയർ ഫീറ്റിൽ എന്തൊക്കെ വെറൈറ്റീസ് ഇതിൽ മാം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലൊരു പാറ്റേൺ നമുക്ക് ഒരു 2000-ൽ പരം സാമ്പിൾസ് നമുക്ക് ഇന്നത്തെ എടുക്കാൻ പറ്റും. സാമ്പിൾ ഒരു കാര്യം അറ്റ് എ ടൈം നമ്മൾ വരികയാണെങ്കിൽ വന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യോടെ ആ സാധനം സ്റ്റോക്ക് കയ്യോടെ കൊണ്ടുപോകാം. ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ ടൈം എടുക്കാം. അതൊന്നുമില്ല, നമുക്ക് കയ്യോടെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ കയ്യോടെ തന്നെ ഇവര് അന്നത്തെ ഡേ തന്നെ ഡിസ്പാച്ച് ടൈമിൽ നമുക്ക് സാമ്പിൾസ് നോക്കാൻ തന്നെ 2000 above സാമ്പിൾസ് ഉണ്ട് ഇതിനകത്ത്. ഒരു ദിവസം സ്റ്റേ ചെയ്ത് വരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ 3 പീസിന്റെ ഇതിപ്പോ നമ്മൾ തന്നെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ്. ഇതിപ്പോ നൈലോൺ വിസ്കോസ് പറഞ്ഞ ഇപ്പൊ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കുളത്തിൽ വന്നൊരു ഐറ്റാണത്. 3 പീസ് ആണ്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് ഉടുക്കാനും സുഖം. വീനക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നല്ല അടിപൊളി ക്ലോത്ത് ആണ്. നല്ല അടിപൊളി ക്ലോത്ത് ആണ്. ഉടുക്കാനും സുഖമാണ്. എന്ന് വെച്ചാൽ കോട്ടൺ ഉടുക്കുന്ന ആ ഒരു സെയിം ഫീലിംഗ് നമുക്ക് 365 ഡേയ്സ് നമുക്ക് ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനിൽ വരുന്ന ഒരു സംഭവം കൂടിയാണ്. പിന്നെ കസ്റ്റമർ വരുമ്പോ ഇങ്ങനെ ഇട്ട് കാണിക്കും. അതെ അതെ, അത് എങ്ങനെയാണ് കസ്റ്റമർക്ക് ഇഷ്ടം അതുപോലെ. കസ്റ്റമർക്ക് ഇനി നിന്നിട്ട് എങ്ങനെ വേണമെങ്കിലും കേട്ടോ. ഇവിടെയും നമുക്ക് 3 പീസിന്റെ കളക്ഷൻസ് ആണ്. ഡിസ്പ്ലേ ജസ്റ്റ് ഓടിച്ച് പോവാട്ടോ. നമുക്ക് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഡ്രസ് മെറ്റീരിയൽ ഏരിയയാണ്. ഡ്രസ് മെറ്റീരിയൽ വരുന്നുണ്ട്. അതും ഇതിൽ പെടും. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷനിൽ വരുന്നത് നമുക്ക് ടോപ്പ് ജീൻസിന് പറ്റിയിട്ടുള്ള ടോപ്സ്, സിംഗിൾ കുർത്തീസ്, 2 പീസ്, പിന്നെ 3 പീസ് വരുന്നുണ്ട്, അൺസ്റ്റിച്ചഡ് വരുന്നുണ്ട്, കൊറിയൻ ടോപ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ടോട്ടലി ലേഡീസിന് പാക്ക് ആയി കൊടുക്കാൻ പറ്റിയ എല്ലാ വെറൈറ്റീസ്. ഇതും ഒരു അടിപൊളിയാണ്. ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറിയുടെ വർക്ക് ആണ് വരുന്നത്. പിന്നെ ഇനി ഓണത്തിന് ഇടാൻ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ഒരു പീസാ കാണിച്ചാൽ അതല്ലാത്ത 3 പീസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഇത് ബ്ലോക്ക് പ്രിന്റിലല്ലേ? ബ്ലോക്ക് പ്രിന്റില് അതില് പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് ഇത് വരുന്നത്. അതിൽ ഡിഫറെന്റ് പ്രിന്റുകൾ അവൈലബിൾ ആണ് കോട്ടണില്. ആഹാ, സാധാരണ ഫ്രണ്ടില് മാത്രം വർക്ക് ഉണ്ടാവും. ഇത് നോക്കി ബാക്കില് പൂക്കൾ ഇട്ട് വെച്ചേക്കാൻ മൊത്തം കേട്ടോ. അതും ദുപ്പട്ടയിലും ഇങ്ങനെ. അപ്പൊ ഇതില് വിത്ത് ദുപ്പട്ട എടുക്കുമ്പോൾ 3 പീസിന്റെ ഒരു കളർ. ഒരുപാട് ഡിസൈൻസ് അവൈലബിലിറ്റി ആണ്. ഓക്കെ, എവിടെ ഇതൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നും എനിക്ക് കാണിക്കാൻ നേരം ഉണ്ടാവില്ല. ഇത് ഫുൾ അതിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ്. ഡിഫറെന്റ് പ്രിന്റ്, ഡിഫറെന്റ് ഡിസൈൻസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇനി നമുക്ക് പെണ്ണുങ്ങളുടെ ഒരു സെക്ഷനിൽ ഇപ്പൊ തിരിച്ച് ഇത് കാണുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇനി നമുക്ക് സാരീസ് വേണം, പെണ്ണുങ്ങൾക്കുള്ള സാരി. ആ ഒരു സെക്ഷനിൽ ഒന്ന് പോകണം. തീർച്ചയായിട്ടും. അപ്പൊ കസ്റ്റമറിനെ ഒരു സെക്കൻഡ് കേട്ടോ, ഇങ്ങോട്ട് ഒന്ന് തിരിച്ചോ. ഞാൻ കസ്റ്റമർ, നിങ്ങൾ കസ്റ്റമർ ആണോ? റിവ്യൂ തരാൻ താല്പര്യമുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ക്യാമറ തിരിച്ചോ. ഞങ്ങള് റെഡി. അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട്. റെഗുലർ കസ്റ്റമർ ആണ്. എവിടുന്നാ വരുന്നേ? ഞാൻ കാലിക്കറ്റ് മോഡേൺ ടെക്സ്റ്റൈൽസ് കാലിക്കറ്റ്. പേരും പറഞ്ഞു. ഇനി സിംഗിൾ പീസ് ഒരെണ്ണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരെ കടയിൽ പോയി മേടിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ നിന്ന് സിംഗിൾ കിട്ടില്ല. ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. എത്ര വർഷമായി നിങ്ങളുടെ അവിടെ? ഞങ്ങളിപ്പോ 10 വർഷത്തോളായി. 10 വർഷത്തോളായി. അപ്പൊ തൊട്ട് മേടിച്ചു തുടങ്ങിയതാ? അതെ, വാങ്ങുന്നു. എങ്ങനെയുണ്ട് ഇവിടെ കളക്ഷൻ? അവരാരും കേൾക്കണ്ടോ? റേറ്റും ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. ഷോപ്പിലേക്ക് ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. റേറ്റിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല. ക്വാളിറ്റിയാണ് പ്രധാനം ഞങ്ങൾക്ക്. ഓക്കെ. എന്താ പേര് പറഞ്ഞ? പേര് ബിന്ദു. മോഡേൺ ടെക്സ്റ്റൈൽസ്. കൂടെയുള്ള ചുരുക്കത്തിലൊരു പ്രൊമോഷൻ. ആളുടെ പേര്, ഷോപ്പിന്റെ പേര് ഞാൻ ചോദിച്ചില്ല. ഞാൻ ചേച്ചിയുടെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ. ശരി, നമുക്ക് സാരിയുടെ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ഇതാണ് സാരീസിന്റെ സെക്ഷൻ. ഇതാണ് നമ്മളെ സാരിയുടെ ഒരു ലോകം. ഓ, ഇതെന്താ? ഇതൊരു 2 കടയിൽ, 5 കടയിൽ, 10 കടയിൽ ഒരു വലിപ്പത്തിലുണ്ടല്ല. ഈ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓ, സാരി വെറൈറ്റീസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മഷ്റൂഖ് ഭായ് പറഞ്ഞുതരും. മഷ്റൂഖ് ഭായ്, മഷ്റൂഖ് ഇക്ക. നമ്മള് ഞാൻ ഈ മൈക്കൊന്നും എടുത്തിട്ടുണ്ട്. 2 മിനിറ്റാണ്. ഇതൊന്ന് ഇവിടെ വെച്ചോട്ടെ. ഇവിടെ എന്താണ് സാരിയുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഇവിടെ എന്താ വെറൈറ്റീസ് ഒന്ന് നമ്മുടെ ട്രഡീഷണൽ സെക്ഷൻ ആണ്. ഓക്കെ, ട്രഡീഷണൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിലത്തെ ട്രെൻഡി ആയിട്ടുള്ളത്. ഇത് ഇപ്പൊ
ഹാൻഡ് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഇപ്പൊ മില്ലിന്ന് ഇപ്പൊ ഇറക്കിയിട്ടുള്ളൂ Yes. അല്ലെ? ഇത് ഹാൻഡ് ബ്രഷിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. അത് പറഞ്ഞപ്പോ എല്ലാവരും ചിരിക്കുന്നു. എന്നാ ഇതല്ലാത്ത വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എംബ്രോയിഡറി വരുന്നുണ്ട്, എംബ്രോയിഡറിയിലുണ്ട്, പ്രിന്റിലുണ്ട്. ഓ എംബ്രോയിഡറി, പ്രിന്റ്, അതേമാതിരി നമ്മുടെ കട്ട് വർക്ക് വരുന്നുണ്ട്. ഈ കട്ട് വർക്കിന്റെ ഒരെണ്ണം ഒന്ന് എടുത്തേ. കട്ട് വർക്ക് സാമ്പിൾ പീസ്, ഒരെണ്ണം സാമ്പിൾ പീസ്. തപ്പണം. ഇവിടെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട്. ഈ ആക്ച്വലി ഈ കാണുന്ന ഏരിയ മൊത്തം നമുക്ക് കേരള സെറ്റ് സാരി, സെറ്റ് മുണ്ടിന്റെ വെറൈറ്റീസ് ആണ്. അതിൽ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ യൂണിഫോം ക്വാണ്ടിറ്റി ഒരുപാട് ചെയ്യുന്നുണ്ട്. യൂണിഫോം ക്വാണ്ടിറ്റി. അപ്പൊ എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇനി തിരുവാതിര കളിക്ക് ഏത് കളിക്ക് ഒക്കെ ഒരുപോലെ. പക്ഷെ ആ തിരുവാതിര കളി കളിക്കുന്ന ഒരു 10 ആളും കൂടി ഒരുമിച്ച് ഓടി വരായിരിക്കോ. വരുമ്പോ കച്ചവടക്കാരാണ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ. ഇനി ഇവിടുന്ന് ആ ക്യാമറ ഒന്ന് ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന മൊത്തം പട്ട് സാരി അല്ലേ? ഇത് നമ്മുടെ മെയിൻ സെക്ഷൻ ആണ്. വെഡിങ് സെക്ഷൻ. വെഡിങ് അല്ല, ഇത് നമ്മുടെ യൂണിഫോം ഡ്രസ് കോഡ് ഐറ്റംസ്. ഓ, ഇത് നമുക്ക് ഒരു 500 പീസ് വരെ കിട്ടും. 500 പീസ് വരെ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അല്ലാത്തത് നിങ്ങൾക്ക് ഒരു 1000 വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതും ചെയ്തു തരും. അപ്പൊ ഇതില് എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ? നമ്മുടെ ഹാർണി പട്ട് ഉണ്ട്, സോഫ്റ്റ് സിൽക്ക് ഉണ്ട്, അതേമാതിരി നമ്മുടെ ക്രാക്കിൾ ഉണ്ട്. ഇതൊരു സോഫ്റ്റ് സിൽക്ക് പെട്ടതാണ്. സോഫ്റ്റ് സിൽക്കിനും യൂണിഫോം. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിക്കാൻ. നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അത് മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കാണുന്നത് ഫുൾ ഇതിന്റെ കളേഴ്സും ഡിസൈൻസും ഒക്കെ ഈ കാണുന്ന ഏരിയ ഫുൾ ഐറ്റം വരെ കാണുന്നത്. അത് കൂടാതെ ഇവിടെ ബനാറസി, സോഫ്റ്റ് സിൽക്ക്, പിന്നെ ബനാറസി ഉണ്ട്. ഇപ്പൊ നമ്മളും ബനാറസി. യെസ്, ഇത് ആരും എടുത്തു വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നല്ല രസമുള്ള കളറ്. ഇത് നമ്മൾ യൂണിഫോം ആയിട്ട് കളർ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീനില് ബ്ലൂ ഷെയ്ഡ് വന്നപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഫുൾ സാരീസ് കാണിക്കാൻ എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റീസിൽ എവിടെ എന്ത് പിക്ക് ചെയ്യുന്നത്. എന്നാൽ അതിൽ ത്രെഡ് വർക്ക് ഉണ്ട്, പട്ട് സാരിയില് ഫുൾ വെറൈറ്റീസ് ഉണ്ട്. അല്ലാത്ത ഇപ്പുറത്തെ സൈഡ് എന്താ? ഇത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് സെക്ഷൻ ആണ്. ബ്ലൗസ് സെക്ഷൻ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് സെയിൽ ആവുന്നത്. ഈ സംഭവം ഒന്ന് പറഞ്ഞേ. ഇതാണ് ലിനൻ കോട്ടൺ. ഇത് കുറച്ചുകൂടി ഹെവിയാണ്, കുറച്ച് മൂവിങ് കൂടുതലും അല്ലേ? മൂവിംഗ് ആണ്, ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ്. കാണാൻ ഒരു ക്ലാസി ലുക്കാണ്, നല്ലൊരു ഫിനിഷിംഗിലും നല്ല അടിപൊളി. ഉടുത്താ അവിടെ അങ്ങോട്ട് എടുക്കും. പിന്നെ ഒരു സെക്ഷൻ ഫുൾ റെഡിമെയ്ഡിന് മാത്രം, റെഡിമെയ്ഡ് ബ്ലൗസിന്റെ സെക്ഷൻ. ഈ കാണുന്ന ഏരിയ മൊത്തം ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസിൽ. അതിന് എല്ലാ തരം കോട്ടണിലുണ്ട്, ലൈക്രയിലുണ്ട്, വർക്കുള്ളതുണ്ട്, വർക്കില്ലാത്തതുണ്ട്, പാഡഡ്, വിത്തൗട്ട് പാഡഡ്, അങ്ങനെ എല്ലാ തരം. ഇപ്പൊ ഓണത്തിന്റെ സമയമാണ്, അപ്പൊ എല്ലാവർക്കും മാറി മാറി പുതിയ പുതിയ കളേഴ്സ് ഒക്കെ വേണ്ടി കളേഴ്സും കിട്ടും. ഇതിലും ഞങ്ങൾ യൂണിഫോം ചെയ്യുന്നുണ്ട്. ഇത് ബ്ലൗസിലാ? ബ്ലൗസും യൂണിഫോം ഉണ്ട്. ആഹാ, അപ്പൊ എത്ര പീസ് അങ്ങനെ എടുക്കാം? 100 പീസാണ് 100 പീസ് കൊടുക്കും. മെറൂൺ കളർ, ബ്ലാക്ക്, വൈൻ, ബോട്ടിൽ ഗ്രീൻ. ഇതൊക്കെ ലൈക്രയില് പെട്ടതാണ്. അല്ലാത്തത് ലൈക്ര അല്ലാത്ത സംഭവം എവിടെയാ? ലൈക്ര അല്ലാത്തത് കോട്ടൺ. ഇത് കോട്ടണില്, ഇത് കോട്ടൺ. അതില് പ്രിന്റുകൾ ഇങ്ങനെ റെഗുലർ ഐറ്റം. ഇത് കോട്ടൺ ടോബി. ഇത് എപ്പോഴും കൂടുതലും ഹൈയസ്റ്റ് മൂവിംഗ് ആണ്. ഹൈയസ്റ്റ് മൂവിംഗ് ആയിട്ട്. അല്ല, അപ്പൊ നമുക്ക് എടുക്കുമ്പോ കച്ചവടക്കാർ വരുമ്പോ എത്ര പീസ് എടുക്കണം? നമുക്ക് മാക്സിമം ഏകദേശം ഒരു 50 പീസ്. ഈ റെഡിമെയ്ഡില് ഇതില് ബ്ലൗസിൽ മാത്രം 50 പീസ്. അത് ഒരേ ഡിസൈനിലെ ഒരേ ഇതിലെ ഫ്രീ സൈസ് ആണല്ലോ? അത് ഫ്രീ സൈസ് അല്ല, അത് XL, XXL, 3XL വേണമെങ്കിൽ ലാർജും കിട്ടും, 4XL കിട്ടും. സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ റെഡിമെയ്ഡിന്റെ ബ്ലൗസിന്റെ ഒരു സെക്ഷൻ. അധികം സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ വേറെയും കുറെ കളക്ഷൻസ് കാണിക്കാണ്ട്, കുറെ ട്രെൻഡി ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളത് ആ കാണിച്ചത് അല്ലേ? ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് ഇപ്പൊ ബോഡി കട്ടിൽ ഒരു പുതിയ സാധനം വന്നതാണ്. ആ ബോഡി കട്ട് ഒന്ന് കാണിച്ചെന്നേ. ഇനി അതൊരു ട്രെൻഡായി മാറട്ടെ. ഇതൊരു ബോഡി കട്ട്. ഓ, ഇത് കണ്ടോ? ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് കട്ട് വരുന്നത്. അന്ന് ഇത് ബനിയൻ സ്റ്റഫ് ലൈക്രയിൽ തന്നെയാണ്, ലൈക്രയിൽ തന്നെയാണ് സാധാരണ ഇടുന്ന പോലെ. ഇതിൽ ബട്ടൺസ് കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഇതിന്റെ ഫിറ്റ് അടിപൊളിയാട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡില്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സംഭവമാണ്. ഞാൻ അതായിരിക്കുന്നു. ഇതിന്റെ നേവി ബ്ലൂ ഇട്ട അടിപൊളിയാണ്. ലുക്ക് വൈസ് ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പൊ ഇത് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഒരു സെക്ഷൻ. അപ്പൊ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവാ. സമയം കളയില്ല നമുക്ക്, കാരണം ഇത് ഇഷ്ടം പോലെ കാണിക്കാണ്ട്. ഞാൻ ഏരിയ വൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ എന്തൊക്കെയുള്ളത് എന്നുള്ളത്. ഇതൊക്കെ സാരി പട്ട് സാരിയിലല്ലേ? അതെ, സോഫ്റ്റ് സിൽക്ക് ആണ്. ഇതാ സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ. ഇതാ സോഫ്റ്റ് സിൽക്ക് സാരീസ് കുറെ ഉണ്ട്. ഇത് ആരൊക്കെ എടുത്തു വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഈ ബോക്സ് പാക്കിങ്ങിന്റെ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായി. ഈ കളർ വൈസും ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ? ഇത് നമ്മുടെ സെറ്റ് മുണ്ട് യൂണിഫോംസ് ആണ്. ഇവിടെ സെറ്റ് മുണ്ടിലും യൂണിഫോം തന്നെയാണ്. ഇത് കഴിയണില്ല അല്ലേ? നടന്നാലും തീരില്ല. ഒരു കാര്യം ചെയ്തോട്ടാ, രാത്രി ആകുമ്പോ കാല് മസാജ് ചെയ്യാൻ ഒരാളെ വിശ്വാസമുള്ളൂ, കാരണം അതേ ഫുൾ കാണണം. നോക്കിയാ ഈ സെക്ഷനിൽ എന്താ? കോട്ടൺ ഉണ്ട്, കോട്ടൺ, ഹാൻഡ്ലൂം എല്ലാം ഉണ്ട്. എല്ലാം ഇതില് സോഫ്റ്റ് സിൽക്ക് സെക്ഷൻ ഉണ്ട്, ഫാൻസി ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്,
ഹാൻഡ്ലൂം ഉണ്ട്. ഒരു 2 പീസ് ഒന്ന് കാണാം നമുക്ക്. ഓ ഇത് നെറ്റ് കോട്ടയില് ജെറി വർക്ക് വരുന്നത് കേട്ടോ. ഇതിലും കളേഴ്സ് എങ്ങനെ എടുക്കേണ്ടത് നമുക്ക്? കളേഴ്സ് അതിൽ 6 മാച്ചിങ് ആണ് വരിക. ഇതില് ബോക്സ് പാക്കിംഗിൽ 6 മാച്ചിങ് കളർ, ആ 6 മാച്ചിങ് കളർ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. എന്നാൽ അതല്ലാത്ത ഇവിടെ ബോക്സ് പാക്കിംഗില് കുറെ ഉണ്ട്. ഈ കാണുന്നത് ഫുൾ ബോക്സ് പാക്കിംഗിൽ വരുന്ന സംഭവമാണ്. അല്ലാത്തത് ഇവിടെ കുറെ ഇങ്ങനെ നോർമൽ ടൈപ്പ് സാരികളാണ്. നോർമൽ നമുക്ക് ഷിഫോൺ, ഓയിൽ സാരി, കോട്ടൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഫാൻസി സാരീസും അവൈലബിൾ ആണ്. നെറ്റിൽ ഫാൻസി വേണോ, ജോർജറ്റിൽ ഫാൻസി വേണോ, എല്ലാതും ഉണ്ട് കേട്ടോ. പക്ഷെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം. ഇത് ജോർജറ്റിലാണ് വരുന്നത്. ഇത് പേസ്റ്റൽ ഷെയ്ഡില്. ഇത് 6 എണ്ണത്തിന്റെ സെറ്റ് അല്ലേ? അത് 6 എണ്ണത്തിന്റെ സെറ്റ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എടുക്കുമ്പോ ഈ സാരീസിൽ തന്നെ എത്ര പീസ് എടുക്കണം? ഇതൊരു കിട്ടും, അതൊരു കിട്ടും, അങ്ങനെ മിക്സ് സെറ്റ് വൈസ് ആയിട്ട് കൊടുക്കുള്ളൂ. സിംഗിൾ ഉള്ളത് സിംഗിൾ ആയിട്ട് അങ്ങനെ എങ്ങനെ വേണേലും. അത് ഇവിടെ വന്ന് നോക്കിയാലേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. ഈ ഒരു സാരി ഇവിടെ ഇരിക്കണുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ രീതി കണ്ടോ. ഇത് ഫുൾ സാരീസിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കണ്ടിങ്ങനെ നിന്ന് പോയി. ഫുൾ സാരീസിന് വേണ്ടി ഇത്ര കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ കോട്ടൺ പ്രിന്റ്, വോയിൽ സാരി, കോട്ടൺ പ്രിന്റ്, ഈ ഒരു സെക്ഷൻ വരുന്നത് സാരീസ്. സാരി കൊണ്ട് എന്റെ അമ്മേ അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മുകളിലെല്ലാം നിലത്തും സ്ഥലമില്ല, അത്രയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് നോക്കി, ഇത് ഈ സാരീസ് ഒക്കെ കൂടുതൽ മൂവിങ് അല്ലേ? അതെ. ഇതാണ് ലിച്ചി സിൽക്കില് പ്രിന്റ്. ഇത് ലിനനില്, ഇത് ലിനൻ ട്ടോ. ഇത് ലിനൻ, ഇത് ലിച്ചി സിൽക്ക്, ഇത് ലിനൻ പ്രിന്റുകൾ. ഇതൊക്കെ ഇങ്ങനെ കുമ്പരായിട്ട് ഈ കെട്ടുള്ളത് അങ്ങനെ തന്നെ എടുക്കണം. പിന്നെ നേരിട്ട് വന്ന് ഫീൽ ചെയ്യാ. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൊത്തം കോട്ടന്റെ സെക്ഷൻ. ഈ സാരി ഒക്കെ എപ്പോഴും മൂവിങ് ആണ് കേട്ടോ. എത്ര ആൾക്കാർ ഇതൊക്കെ അന്വേഷണം നടക്കണ്ടെന്ന് അറിയോ? ഈ സാരി ഒക്കെ എപ്പോഴും മൂവിങ് ഉള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രിന്റ്, ഇക്കത്തിന്റെ പ്രിന്റ്, ഇതിന്റെ വെറൈറ്റീസ് ആണ് കാണുന്നത്. പല പല പ്രിന്റുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പ്രിന്റ്സ്. ഈ കാണുന്നത് മൊത്തം കോട്ടൺ ഏരിയ. ഇനി ആ സെക്ഷൻ എന്താ വരുന്നത്? അത് ഫുൾ കംപ്ലീറ്റ് കോട്ടൺ ആണ്. കോട്ടണിൽ എംബ്രോയിഡറി വർക്ക് ഉണ്ട്, പ്രിന്റ് ഉണ്ട്. ഈ സെക്ഷൻ ഫുൾ. അവിടെ ഒരു കസ്റ്റമർ നിൽക്കുന്നുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. തിരിക്കാൻ പറ്റട്ടോ ക്യാമറ. ഞാൻ വീഡിയോയിലൊന്നും എടുത്തോട്ടെ? കസ്റ്റമർ അല്ലേ? വീഡിയോയിൽ എടുത്തോട്ടെ? ഓ തീർച്ചയായിട്ടും. വേണ്ടാന്നാ? ചേച്ചി ഇന്നലെ ഫേഷ്യൽ ചെയ്തില്ലേ? സാറിന് കൊടുത്താൽ മതി. സാർ ഇങ്ങനെ അടിപൊളിയായിട്ട് നിക്കല്ലേ? സാറിന് കൊടുത്താൽ മതി. ഞാൻ പിടിച്ചോളാം. എവിടുന്നാ വരണേ? പടിഞ്ഞാറങ്ങാടി. അതെവിടെ? 5 കിലോമീറ്റർ. അവിടെ ഷോപ്പ് എത്ര നാളായി നിങ്ങളുടെ? 16 വർഷമായി. 16 വർഷമായി. ഇവിടുന്നാണോ സ്ഥിരം എടുക്കുന്നത്? സാരി സെക്ഷൻ തുടങ്ങിയ ശേഷം ഇവിടെ എടുക്കാറ്. നിങ്ങളുടെ ഷോപ്പിൽ എല്ലാ ഐറ്റം കിട്ടും? എല്ലാ ഐറ്റം കിട്ടും. അപ്പൊ സാരീസിന് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് സാരീസിന്റെ വെറൈറ്റീസ് ഉണ്ടോ? സാരി മാത്രല്ല, ഇവിടുത്തെ റെഡിമെയ്ഡ് ഞാനത് എടുത്തു ചോദിച്ചത്. സാരിക്ക് വേണ്ടി എവിടെയാ വരുന്നത് പറഞ്ഞത്? അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അതിനുശേഷം സാരി ഇവിടെ എടുക്കാറ്. അതിന് മുന്നേ റെഡിമെയ്ഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. റേറ്റ് വൈസ് ക്വാളിറ്റി വൈസ് ഒക്കെ എങ്ങനെ? സെലക്ഷൻ ഉണ്ട്, അതുകൊണ്ടല്ലേ ഇവിടെ വരുന്നത്. വേറെ ഒന്നും ചോദിക്കല്ലേ? എന്താ പേര്? ഒറ്റയ്ക്കാണോ വന്നിക്കണേ? അല്ല, ഞങ്ങൾ പെങ്ങളുടെ മോണ്ട്, പിന്നെ കടയിലത്തെ മാനേജർ ഉണ്ട്. കടയിലത്തെ മാനേജർ ഫേഷ്യൽ ചെയ്യാത്ത കാരണം സൈഡിൽ മാറി നിൽക്കാണ്. ഇനി മാനേജറിനെ അന്വേഷിച്ച് നമ്മൾ നമ്മുടെ ഇവരുടെ കടയിലേക്ക് പോയാലോ? നിങ്ങളുടെ കട ഞാൻ വരട്ടെ ഒരു ദിവസം. അപ്പൊ ഫേഷ്യൽ ചെയ്തൊന്ന് ഒന്ന് വന്നോണ്ടേ വാ. ശരി ട്ടാ, താങ്ക് യു. വേറെ ആരാൾ കൂടെ വന്നെന്ന് പറഞ്ഞത്? പെങ്ങളുടെ മോൻ. വാ. വിട്. നമുക്ക് സെലക്ഷൻസ് അറിയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത എന്ന് വെച്ചാൽ സാരീസിന്റെ സെക്ഷൻ ഇവിടെ തീരുന്നില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു സെക്ഷൻ പോവായിരിക്കും നല്ലത്. ഇനി നമുക്ക് കിഡ്സിന്റെ കാണിക്കാണ്ട്, അതുപോലെ ജെന്റ്സിന്റെ സെക്ഷൻ കാണിക്കാണ്ട്, അതുപോലെ കുട്ടികളുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് വേറെ ഒരു സെക്ഷൻ, ആൺകുട്ടികൾ. ഈ കാണുന്ന ഏരിയക്കാളും ഡബിളാണ് അവർക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോവാം. അവിടേക്ക് നിങ്ങൾ വരില്ല അല്ലേ? അരുൺ സാർ. അപ്പൊ അരുൺ സാറെ തന്നെ എടുക്കാം. കിഡ്സിന്റെ സെക്ഷനിലേക്ക് കേട്ടോ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡാന്ന് തോന്നുന്നുണ്ട്. ഇത് കോഡ് സെറ്റ് പിള്ളേർക്കുള്ളത്. ധാവണി. അപ്പൊ ടീനേജുകാർക്ക് 5 മിനിറ്റ് വിട്ടപ്പോഴേക്കും എന്താ ഇവിടെ ചർച്ച വിഷയ? 5 മിനിറ്റ് വിട്ടില്ലല്ലോ. ഞാൻ സാരി സെക്ഷൻ കവർ ചെയ്തിട്ട് ഇപ്പൊ വരാൻ. അവരും കസ്റ്റമർ തന്നെയാ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കാണാവുന്ന. കണ്ടോളൂ, പറഞ്ഞോളൂ. എന്താ പേര്? എന്റെ പേര് നിസാം. എവിടെയാ സ്ഥലം? ചാരുമൂട് കാവ്യ ടെക്സ്റ്റൈൽസ്. ഓ,
ഞാൻ ഇപ്പൊ നിങ്ങളുടെ പേരല്ലേ ചോദിച്ച, കടയുടെ പേര് ചോദിച്ചില്ലല്ലോ. അത് പറയുമ്പോ മൊത്തം പറയണോ? പറഞ്ഞതേ ഉള്ളൂ. ചുളുവിലെല്ലാവർക്കും പ്രൊമോഷൻ അതാണ് സത്യം. അത് എന്നാ പോട്ടെ. ആ, എന്നാ പോട്ടെ. അതൊക്കെ പോട്ടെ. ഇവരെ ഫ്രണ്ട്ഷിപ്പ് ഇതൊന്നും നോക്കണ്ട, സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. സാധനങ്ങൾ എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. എങ്ങനെയുണ്ട്? വർഷങ്ങളായിട്ട് എന്റെ കൊള്ളാം. കൊള്ളാം. റേറ്റ് വൈസ് ഒക്കെ എങ്ങനെ? അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇനി ചോദിക്കണ്ട, അവര് മുന്നിൽ നിന്നോണ്ട് ചോദിച്ചിട്ട് ഒരു കാര്യം. എങ്ങനെയുണ്ട് റേറ്റ്? നമുക്ക് അഫോർഡബിൾ റേഞ്ചിന് ക്വാളിറ്റിക്ക് എന്താണ് ഇവിടെ? എല്ലാം കൊണ്ടും എനിക്ക് തൃപ്തി വരികയാണ്. അതെ, കൂടുതലൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഓണം കച്ചവടം തുടങ്ങിയാ? സ്റ്റാർട്ട് ചെയ്താ? സ്റ്റാർട്ട് ആയിട്ടില്ല. നമുക്ക് നമ്മുടെ കച്ചവടം തുടങ്ങി, നമ്മുടെ പർച്ചേസിംഗ് തുടങ്ങി. കച്ചവടം ആയിട്ടില്ല, കച്ചവടം ആയി വരുന്നുള്ളൂ. ഇനി ഓഗസ്റ്റ് സമയമുണ്ടല്ലോ. അടുത്ത മാസം അടുത്ത മാസം നടക്കും. നടക്കട്ടെ. ആ, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിക്കോളൂ. പേര് നിസാം മിക്ക ആയിക്കോട്ടെ അല്ലേ? അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല. എന്നാ അവരൊക്കെ പോട്ടെ, നമുക്കൊന്ന് കാണിച്ചു കൊടുത്തല്ലോ. നിങ്ങൾ എന്തായാലും കുറെ നാളെ ഇവിടെ വരുന്നത്, അപ്പൊ എന്തായാലും കളക്ഷൻസ് ഒക്കെ എവിടെ ആയിരിക്കണെന്നൊക്കെ അറിയാലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കറക്കാണ് അല്ലേ? നമുക്ക് ഇറങ്ങി അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുക്കും, എന്നിട്ട് വീട്ടിൽ. ശരി, ഞാൻ ആളെ ഒന്ന് കൂടുണ്ട്, കുഴപ്പമില്ല. കുറച്ചിട്ട് കഴിഞ്ഞിട്ട് തന്നാ മതിയില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് തന്നാ മതിയില്ലേ? ഇതെന്ത് പ്രോഡക്റ്റ്? ഓക്കെ, നമുക്ക് എവിടെ നമ്മളെ ഇത് ഫുള്ള് ഇവിടെ കംപ്ലീറ്റ് 16 മുതൽ ഏകദേശം 32 വരെ വരുന്ന കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി. പ്രീമിയം എന്ന് വെച്ചാൽ ബോക്സിൽ വരുന്ന കുറച്ച് പ്രീമിയം ക്വാളിറ്റി ബോക്സ് ഐറ്റംസ് ആണ്, പ്രീമിയം ക്വാളിറ്റിയിലാണ്. അതിലിതാ ഈ ടൈപ്പും വരുന്നുണ്ട്, 3 പീസ് കളക്ഷൻസ്. കംപ്ലീറ്റ് സാമ്പിൾസ് ആണ് മാം. ഇത് കോഡ് സെറ്റ് ആണ് അല്ലേ? അതെ, കോഡ് സെറ്റ് ടൈപ്പ് പല മോഡൽസ് വരുന്നുണ്ട്. മോഡൽ സ്റ്റൈലിൽ വരുന്നുണ്ട്, ഡങ്കറി മോഡലിൽ വരുന്നുണ്ട്, റോംബറിൽ വരുന്നുണ്ട്. ഇതൊക്കെ വിശദീകരിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ കളക്ഷൻസ് കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വിടാനും തോന്നില്ല അല്ലെ? എന്താ വെറൈറ്റിയോട് ഈ ഡിസ്പ്ലേ ഒന്ന് കണ്ടു നോക്കാട്ടോ നമുക്ക്. ഇതിലിപ്പോ എങ്ങനെയാ സൈസസ് ഒന്നുകൂടി പറഞ്ഞേ? 16, 18, 20, 22, 26, പിന്നെ അതുപോലെ തന്നെ 22 മുതൽ 32 വരെ, 34 മുതൽ 38 വരെ അങ്ങനെ കേട്ടോ. ഇതാ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോ. അപ്പൊ സൈസസ് ഡിഫറെന്റ് ആയിരിക്കും, സെയിം കളക്ഷൻ തന്നെ, ഒരു പാക്ക് ഫുൾ അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. സെറ്റ് വൈസ് ആണ് വരിക. പിന്നെ അതുപോലെ തന്നെ കളർ ചാർട്ട്, എല്ലാത്തിനും കളർ ചാർട്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഓണം കളക്ഷൻ അല്ലേ ഇരിക്കുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൗണ്ടർ സെറ്റ് ചെയ്തതാണ്. ഈ കാണുന്ന ഏരിയ, അതോ ഈ ഫുൾ കാണുന്ന ഏരിയ മൊത്തം ഓണത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാ. അതില് ബോയ്സ്, അതുപോലെ തന്നെ ഗേൾസ്, ലേഡീസ് എല്ലാം ഉണ്ട്. അതിലിതാ ഇതൊരെണ്ണം ഉണ്ട് സംഭവം. ഈ കുർത്തീസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഈ സംഭവം നോക്കാം നമുക്ക്. ധാവണിയുടെ കളക്ഷൻസ് ആണ്. ധാവണിയില് വിത്ത് അൺസ്റ്റിച്ചഡ് ടോപ്പ് ആയിട്ട് വരുന്നത് വെച്ചാൽ നമുക്ക് ബ്ലൗസ് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന കുറച്ച് ഡിസ്പ്ലേയിലുള്ളത് കാണിക്കുകയാണെങ്കിൽ കുറെ കാണിക്കാനുണ്ട്. ഒക്കെ കളക്ഷൻസ് ഓണം കളക്ഷൻസാ വരുന്നത് കേട്ടോ. ഇത് നല്ല രസമായിട്ടുണ്ട് ആ ഒരു വൈറ്റില് അല്ലേ? അതാ ഓണത്തിന് വിടാം, ഓണം കഴിഞ്ഞിട്ട് വിടാം. പിന്നെ എന്താ ഇത് കുട്ടികളുടെ, ഇതൊക്കെ നമ്മൾ ഓൺ ബ്രാൻഡ് പ്രാർത്ഥന എന്ന് പറഞ്ഞ ഓൺ ബ്രാൻഡിൽ വരുന്നത്. ഓക്കെ, ബോക്സ് അപ്പൊ ഇതും സൈസസിൽ തന്നെയാ വരുന്നത് അല്ലേ? അതെ, 22 മുതൽ 32 വരെ, 34 മുതൽ 38 വരെ. ഇതാണ് നമ്മളെ പട്ട് ഓർഡർ ബ്രാൻഡ്. പട്ടുപവര ഓൺ ബ്രാൻഡ്. അപ്പൊ ഒരു 60 ബ്രാൻഡില് ഒരു ബ്രാൻഡാണ് ഈ ഒരു പ്രാർത്ഥന എന്നുള്ള ബ്രാൻഡ്. കേരള ട്രഡീഷണൽ വെയറിൽ അതിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ കാണിച്ചാലും തീരുന്നില്ല അല്ലെ? അതാണ് സത്യാവസ്ഥ. ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളല്ലേ? റെഡിമെയ്ഡാ. ഇതൊന്ന് ഡിസ്പ്ലേ ഒന്ന് നോക്കിക്കോട്ടോ. നമ്മള് എടുത്ത് കാണിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അതില് കളേഴ്സിൽ വരുന്നുണ്ട്, പേസ്റ്റലിൽ വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇനി പട്ട് പാവാടിയും ബ്ലൗസ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. കേരള ട്രഡീഷണൽ ആയിട്ടുള്ള പാവാടിയും ക്രോപ്പ് ടോപ്പിലാണ് വരുന്നത്. ഇപ്പൊ ക്രോപ്പ് ടോപ്പ് ആണല്ലോ കൂടുതൽ ട്രെൻഡ് വരുന്നത്. ഇത് എത്ര വയസ്സിനുള്ള നല്ല ധാവണിയാണ്. ഇത് ഏകദേശം ഒരു ടീനേജിന് കൊടുക്കുന്നതാണ്. ശരിക്കും 10 മുതൽ 16 സൈസ് വരെയാണ് ഇത് വരുന്നത്. 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ വരുന്നത്. ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ന്യൂ ബോൺ ബേബി തൊട്ട് കുട്ടികളുടെ കളക്ഷൻസ് ഇവിടെ ഇല്ലേ? വേറെ സെക്ഷൻ ആണ്. ഈ ട്രഡീഷണൽ ഐറ്റംസും 0 മുതൽ വരുന്നുണ്ട്. ഇതിലും ചെറിയ ചെറിയ സൈസുകൾ വരുന്നുണ്ട്. ചെറിയ സൈസ് ഇതൊക്കെ കുട്ടികളുടെ കളക്ഷൻ തന്നെയാണ് കേട്ടോ. പല മോഡൽസ് പല സൈസിലും ഇരിക്കുന്നുണ്ട്. ഇനി ആ കുട്ടികളുടെ കളക്ഷൻ എന്ന് പറയുന്നത് സാമ്പിൾസ് നടക്കാൻ പറ്റുന്നില്ലേ? തുണിയുടെ മുകളിൽ കൂടെ നടക്കേണ്ട ഒരു അവസ്ഥയാണ്. തുണിയുടെ മുകളിൽ കൂടെ നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മാറ്റി 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 നിൽക്കുന്നത്. കണ്ടോ, കളക്ഷൻ ഇഷ്ടം പോലെ. ചെറിയ ചെറിയ ഫ്രോക്കുകളൊക്കെ ചെറിയ ചെറിയ കളക്ഷൻസ് ആണ്. എന്തൊരു ക്യൂട്ട്. ഒരുപാട് സാമ്പിൾസ് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കുട്ടികളുടെ ഫസ്റ്റ് ഓണം എന്ന് പറയുമ്പോ അതൊരു വെറൈറ്റി തന്നെയാണ് അല്ലേ?
അത് സാമ്പിൾ കാണിച്ചിട്ടുള്ളൂ. ഇനി ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ വാട്സപ്പ് ചെയ്തോ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. ഇതിന്റെ കുറച്ചുകൂടി വലിയ സൈസാണ് ആയിരിക്കുന്നത്, ഫുൾ ഡിസ്പ്ലേയിൽ കാണുന്നത് മൊത്തം കേട്ടോ. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് തുണിയുടെ മുകളിൽ കൂടെ നടക്കാൻ പാടില്ലാത്തത് കൊണ്ട് ചാടാം. ചാടാം. വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പൊ പ്രാർത്ഥന എന്നുള്ള ബ്രാൻഡിലാണ് നമുക്ക് കുട്ടികളുടെ കേരള ട്രഡീഷണൽസ് വെയർ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഈ പ്രിന്റ് അടിപൊളിയായിട്ടുണ്ടല്ലോ. അടിപൊളി പ്രിന്റ് ആണ്. ജസ്റ്റ് ഇവിടെ പ്രിന്റ് അതെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പിടിച്ചോ, ഇത് പിടിച്ചേ, കണ്ട ഇത് ഒരു രാജസ്ഥാൻ സ്റ്റൈല് പല്ലക്ക് ഡിസൈൻ ആ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഒരു ഓണത്തിന്റെ ഇത് ഒരുക്കിയിരിക്കണത്. അപ്പൊ പ്രിന്റുകൾ ഇഷ്ടം പോലെ കിട്ടും. ആന വേണം, ആനയുടെ പ്രിന്റ് ഇതാ. ഇങ്ങനെ പ്രിന്റുകൾ നിങ്ങൾക്ക് മാറി മാറി കിട്ടും. ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചോദിച്ചാൽ മതി. അപ്പൊ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടുതൽ കളക്ഷൻസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് വന്നാൽ അതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു സെക്ഷനിൽ എന്ന് പറയുന്നത് ഇത് കുട്ടികളുടെ തന്നെ എത്ര സൈസ് വരെ അവൈലബിൾ? 0 സൈസ് മുതൽ വരുന്നുണ്ട്, 36 സൈസ് വരെ വരുന്നുണ്ട് ഈ ഒരു സെക്ഷൻ. എന്തൊരു ക്യൂട്ടല്ലേ. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് മോഡേൺ തൊട്ട് നമുക്ക് ബർത്ത്ഡേ ഫ്രോക്ക് നോർമൽ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കോട്ടന്റെ അതൊക്കെ ഉണ്ട് എല്ലാ ക്ലോത്തിലും അവൈലബിൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ എടുത്തോട്ടോ. നല്ല അടിപൊളി സംഭവങ്ങളാണ് വരുന്നത്. ഒക്കെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ്. ബർത്ത്ഡേ ഫ്രോക്ക് തൊട്ട് നോർമൽ ഫ്രോക്ക് അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് കസ്റ്റമർക്ക് കാണിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഇതൊരു ട്രെൻഡ് അല്ലേ ഇപ്പൊ എ ലൈനില്? ഇപ്പൊ ഇതൊരു ട്രെൻഡ് ആണ് കേട്ടോ. ഇതാണ് ഇപ്പൊ അവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെസ്റ്റേണിലാണ് വരുന്നത്. ഇവിടെ അതെ അവിടെ കാണിക്കുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ഇവര് സെലക്ട് ചെയ്തതാണോ? ഞാൻ വീഡിയോയിൽ എടുത്തോട്ടെ. എനിക്ക് ഷർട്ട് കാണുമ്പോ ഇഷ്ടായി അല്ലേ, നല്ല ഭംഗിയില്ലേ ഷർട്ട്. നോക്ക്, ഇത് ഇവിടുത്തെയാണോ? നല്ല രസം കേട്ടോ. ഇത് എവിടെന്നാ മേടിച്ചേ പറയണ്ട. എന്തായാലും ഇല്ലേ? എന്താ പേര്? വിജേഷ്. എവിടെന്നാ വരുന്നേ? കായംകുളം. കായംകുളം. എങ്ങനെയുണ്ട് ഇവിടെ കളക്ഷൻസ് ക്വാളിറ്റി ഒക്കെ? എനിക്ക് ഇതാ ചോദിക്കാളോ ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ് ക്വാളിറ്റിയും റേറ്റും. ഞങ്ങൾ ആദ്യമായിട്ട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് വന്നതാ. എത്ര നാളെ നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ഇപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. വന്നോടത്തോളം എങ്ങനെ ഇഷ്ടായോ? റേറ്റ് നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങാവുന്നതാണോ? അത് ധാരാളം. വൈഫ് അല്ല, അനിയത്തിയാണ്. അനിയത്തിയാണോ? അയ്യോ സോറി കേട്ടോ, ഒന്ന് കാണിക്കേ. അനിയത്തി സോറി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാല്ലേ? ഇത് നോക്കിയേ, ഒരു ഫ്രോക്ക് ഡിജിറ്റലില് വരുന്ന ഒരു വർക്ക്. അത് ഇതൊക്കെ നോർമലിൽ വരുന്നതല്ലേ? കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ വരുന്നതാണ്. പ്യൂർ കോട്ടണില്. പ്യൂർ കോട്ടൺ വരുന്ന. ഒരു മിനിറ്റ് കേട്ടോ, ഇതൊന്ന് പ്യൂർ സിംഗിൾ ബോക്സിൽ വരുന്ന ഐറ്റാണ് കംപ്ലീറ്റ്. ഇതല്ലേ സിംഗിൾ ബോക്സ്. ഇതാ പിന്നെ ഈ കാണുന്ന ബർത്ത്ഡേ ഫ്രോക്സ് ഒന്ന് നോക്കട്ടെ. ഹാങ് ചെയ്ത് വെച്ചത് മാത്രം. അത് എന്തൊരു ക്യൂട്ടാ നോക്കാം. മഞ്ഞ. ഓ എന്ത് രസാലേ. ഇതാണ് അടിപൊളി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിടിച്ചോ, കേട്ടാ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന്. എന്നാ ഇത് വലിയവർക്കുള്ളതില്ല അല്ലെ? ചെറിയ കുട്ടികൾ ഈ ഒരു ടൈപ്പ് വരുന്ന ഏകദേശം ഒരു 26 സൈസ് വരെ വരുന്നത്. കൂടുതൽ വരുന്നത്. പിന്നെ 26 കഴിഞ്ഞപ്പോ മാറി. പിന്നെ ഒരു സെഗ്മെന്റ് വേറെ ടൈപ്പ് ആണ് വരിക. ബർത്ത്ഡേ മാറി. ബർത്ത്ഡേ ആൾക്കാർ ആഘോഷം കുറയല്ലോ. അതെ, ഇതുപോലെ ബോക്സിൽ എത്ര പീസ് ഉണ്ടാവും ശരിക്കും? 6 പീസ് വരുന്നുണ്ട്, 3 പീസ് വരുന്നുണ്ട്. കിടക്കണല്ലേ അങ്ങട്? ഇത് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളതാ? കടന്നോ കാണാൻ പറ്റണില്ല അല്ലേ? ഫുൾ നിറഞ്ഞിരിക്കുക. ഓക്കെ, 6 പീസ് വരുന്നുണ്ട്, 8 പീസ് വരുന്നുണ്ട്, എല്ലാം 3 പീസ് വരുന്നുണ്ട്, 6 പീസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഐറ്റത്തിലൊക്കെ 3-4 കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ 4 കളർ ആണെങ്കിൽ 3 പീസ് ആണെങ്കിൽ 12 പീസ് അങ്ങനെയൊക്കെ സെറ്റ് വൈസ് ആയിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഓക്കെ, ഇനി ഈ സെക്ഷൻ എന്താ ഐറ്റം? ഇത് കുട്ടികളുടെ ടോപ്സ് ആണ് കംപ്ലീറ്റ്. ടോപ്സ് അത് കൂടെ നമ്മള് വേറെ ഐറ്റം ഉണ്ട്. നടന്നാലും തീരില്ല, അത്രയുണ്ട് കളക്ഷൻ. ഇത് കുട്ടികളുടെ ഫ്രോക്ക് തന്നെയല്ലേ? അപ്പൊ അവിടെയും ഫ്രോക്കല്ലേ? അത് 2-3 സെഗ്മെന്റ് വരുന്നുണ്ട്. അത് സിംഗിൾ പീസ് ആണ് കംപ്ലീറ്റ് വരുന്നത്. ഇത് കംപ്ലീറ്റ് 6 പീസ് സെറ്റിംഗ് ആണ് കംപ്ലീറ്റ്. ഓക്കെ, സെറ്റ് ആയിട്ട് തന്നെ അല്ല, സെറ്റ് മാത്രല്ല, അത് സിംഗിൾ ബോക്സിലാണ് വരുന്നത്. ഇത് ഇതുപോലത്തെ ബോക്സിൽ വരുന്ന ഇങ്ങനെ 6 പീസ് ആയിട്ട് ബോക്സിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, പാക്കിങ്ങിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പാക്കിങ്ങിന്റെ മാറ്റങ്ങളുണ്ട്. മറ്റേത് പറയുമ്പോ ഒരു ബോക്സ് സിംഗിൾ ബോക്സ് ആയിരിക്കും. ഇത് ഒരു ബോക്സിൽ 6 പീസ് അങ്ങനെയാണ്. ഇപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ കാണിക്കണമെന്നുള്ള വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു 3000+ ഡിസൈൻസ് തന്നെ നമുക്ക്, മോഡൽസ് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഇഷ്ടം പോലെ. ഇതാ, ഇത് വീഡിയോ കോളാണോ ചെയ്യണേ? വാട്സപ്പ് കോൾ. അത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതാ ഇത് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നോർമൽ ഒരു എക്കണോമിക് റേറ്റ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇതും ആ ഒരു ഏരിയ തന്നെ. ഇത് കംപ്ലീറ്റ് ഒരു
കംപ്ലീറ്റ് ആ ഒരു കംപ്ലീറ്റ് എക്കണോമി റേറ്റ്. എക്കണോമിക് റേറ്റിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. ഇത് വലിയ കുട്ടികളുടെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള നോർമൽ നമുക്ക് ഡിജിറ്റലിലൊക്കെ നല്ല പാറ്റേൺസ് വരുന്നുണ്ട്. ഇത് ഡിജിറ്റൽ അല്ലേ? അത് ഡിജിറ്റൽ ആണ്. യെസ്, ഇതാണ് ഇപ്പൊ ട്രെൻഡ് തോന്നുന്നത് അല്ലെ? ഈ ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റിലാണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് വരുന്നത്. കുട്ടികളുടെ കളക്ഷൻസ് വരുന്നത് കേട്ടോ. ബോക്സ് വീണു അല്ലേ? എന്താ? ബോക്സ് വീണതാണ്. ഇതൊന്ന് ഓടിപ്പിച്ച് നോക്കാം നമുക്ക്. ഇത് ഫുൾ വരുന്നത് എക്കണോമിക് റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ്. എന്നാ ഇത് കോട്ടണിലാണ് വരുന്നത്. ഇത് പ്യുവർ കോട്ടണില്, പ്യുവർ കോട്ടണില്. അത് 2 ഐറ്റം, 2 ഏതെങ്കിലും 2 കോട്ടണില് മാത്രം. കുട്ടികൾക്ക് കോട്ടൺ എന്ന് പറയുമ്പോ അവർക്ക് നല്ല കോട്ടൺ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇതല്ലേ 16 മുതൽ 40 വരെ. ഇതൊന്നും ഇച്ചിങ് അങ്ങനെ വരില്ല. നല്ല ടൈപ്പ് കോട്ടൺ. ഉള്ളിലൊക്കെ ചിലർക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. പ്രോബ്ലംസ് വരില്ല. കുട്ടികളുടെ അതിൻ്റെതായിട്ടുള്ള ഒരു കളക്ഷൻസ് ഇനി കാണിക്കാൻ നിന്നാ ഇവിടെ നിന്ന് പൂട്ടാ. വൈറ്റ് ഒക്കെ നോക്കി എന്ത് പ്രിറ്റി. സൂപ്പർ, കണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും നല്ല മൽമൽ കോട്ടൺ അല്ലേ? പ്യുവർ കോട്ടണില് നല്ല രസമായിട്ടുണ്ട്. ഓക്കെ, കുട്ടികളുടെ ഇതും ഒരു എക്കണോമിക് റേഞ്ചിലാണ്. ബർത്ത്ഡേ ടൈപ്പ് എന്ന് വെച്ചാൽ ഇത് സൈസ് കൂടുതലായിരിക്കും. അല്ല, എല്ലാ ഈ സൈസ് തന്നെയാണ്. ഇത് ഒന്നുകൂടി എക്കണോമി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. മറ്റേത് കുറച്ച് പ്രീമിയം ആണ്. ഇത് എക്കണോമി ആയിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, അപ്പൊ ഇതിലത്തെ ഡിസ്പ്ലേ കാണിച്ചു പോകാനേ പറ്റുള്ളൂ. എവിടുന്ന് എന്തെടുക്കും? 1,00,000 സ്ക്വയർ ഫീറ്റിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ കുട്ടികളുടെ കളക്ഷൻസിൽ ഫ്രോക്ക് മോഡൽ ആയിട്ടുള്ളത്, മോഡേൺ കളക്ഷൻസ് ഉണ്ട്. വെസ്റ്റേൺ കംപ്ലീറ്റ്. അതുപോലെ തന്നെ ഫ്രോക്സുകളാണ്. ഫ്രോക്സിൽ എല്ലാ സൈസും വരുന്നത്. 42 വരെ സൈസ് വരുന്നത്. 42 സൈസ് വരെ. ഓഗസ്റ്റ് 5-നുള്ള ഇവിടെ തുടങ്ങിയിട്ടാ പർച്ചേസിങ്. ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ള പർച്ചേസിങ് ഇവിടെ തുടങ്ങി. ഒന്ന് നീങ്ങ വൈറ്റ് വലുതുണ്ടോ ചെറുതുണ്ടോ എന്നൊക്കെ ചോദിക്കണേ. ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ള കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് വേണമെന്ന് വെച്ചാൽ വൈറ്റ് മാത്രമായിട്ട് ഇങ്ങോട്ടും കൂടി ഒന്ന് തിരിച്ചോ, കണ്ടോ? അപ്പൊ ഇതാണ് കളക്ഷൻസ്. അവരവിടെ പർച്ചേസ് ചെയ്തോട്ടെ. അപ്പൊ കളക്ഷൻ സിസ്റ്റം ഡിസ്പ്ലേ. അതെ, ഇവിടുന്ന് കിടക്കാം അല്ലേ? വേറെ നിവർത്തിയൊന്നും ഇല്ല. ഞാൻ ഒന്ന് കടന്നോട്ടെ. 32 വരെ സാർ. ഇവിടെ എത്ര? 32 വരെ സാർ. 32 വരെ സൈസ്. അല്ല, 34, 36, 38 ഇപ്പൊ ഓഗസ്റ്റ് 5 32 വരെ. അവിടെ കസ്റ്റമറുടെ അടുത്തും കൂടി ഡീൽ ചെയ്യണം. അവിടെ ഞാനുണ്ട്, എല്ലാം വേണ്ടേ. അപ്പൊ ഇവിടെ ഈ ഡിസ്പ്ലേ ഒന്ന് നോക്കിയാ നമുക്ക്. ഇതൊക്കെ എങ്ങനെയാ? ഒക്കെ സൈസുകളാണ്. 16 മുതൽ 40 സൈസ് വരെ വരുന്നുണ്ട്. ഓൾ ഐറ്റം ഫ്രോക്സ്. അപ്പൊ ഫ്രോക്സിന്റെ ഇത്രയും കളക്ഷൻസ് പോരാ. ശരിക്കും കുറച്ചൊക്കെ കൂടുതൽ താഴ്ത്തിരിക്കുന്നുണ്ട്. അതിൽ ലെഹങ്കാസ് ഇങ്ങനെ ഇട്ടിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം കസ്റ്റമർ നോക്കിയിട്ട് ഇട്ടിട്ടുള്ള സംഭവങ്ങളെ കാണിക്കാൻ നിവർത്തിയുള്ളൂ. ലാച്ച ടൈപ്പ് ആയിട്ടുള്ളത്. ഇതൊക്കെ 16 മുതൽ 42 വരെ സൈസ് വരുന്നുണ്ട്. ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു വെഡിങ് സെക്ഷൻ പോലെ അല്ലേ? അതെ. ഇതും ലാച്ചാസ് തന്നെയാട്ടോ. എക്കണോമി റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കാണുന്നത് മൊത്തം. അപ്പൊ എല്ലാത്തിനും സെക്ഷൻ തിരിച്ചു വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ട് വന്ന് ചൂസ് ചെയ്യാനും. എനിക്ക് തോന്നുന്നു വീഡിയോ കോൾ ചെയ്യാണ്ടിരിക്കാം, നേരിട്ട് വരാൻ ശ്രമിക്കാം. കാരണം നേരിട്ട് വരുന്നതും വീഡിയോ കോൾ ത്രൂ എടുക്കുന്നതും രണ്ട് മാറ്റങ്ങളാ അല്ലേ? തീർച്ചയായിട്ടും. വീഡിയോ കോൾ ആകുമ്പോൾ നമുക്ക് എന്തോരം കാണിക്കാൻ പറ്റും? ലിമിറ്റ് ഉണ്ട്, കാണിക്കാൻ ലിമിറ്റ് ഉണ്ട്. ഇതാവുമ്പോ നമുക്ക് നേരിട്ട് രാത്രി വരെ നിന്നാലും ആരും ഒന്നും പറയില്ല അല്ലേ? വീഡിയോ കോൾ ആകുമ്പോ കുറെ നേരം ആകുമ്പോഴേക്കും ഒരു മടിപ്പ് വരും. നമ്മളെ കുട്ടികളുടെ കളക്ഷൻസ്. ഇത് പാവാട. ഇതൊക്കെ ഷറാറകള്. പിന്നെ അതുപോലെ തന്നെ ഗറാറ, ഷറാറ, പ്ലാസോ. ഇങ്ങനെ 3000 പറഞ്ഞത് കുറഞ്ഞു പോയെന്ന് എനിക്കൊരു സംശയം അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ ഞാൻ തന്നെ 3000 പ്ലസ് കളക്ഷൻസ് ഇപ്പൊ തന്നെ കാണിച്ചു തന്ന ഒരു ഡൗട്ട്. ഇതിനേക്കാളും കൂടുതൽ ഇടുക. ഇതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കോട്ടണില് ഫുൾ എംബ്രോയിഡറിയില് വരും. പാർസലായിട്ട് ഞാൻ വീഡിയോയിൽ എടുത്തോട്ടെ? ഐ വേണ്ടെന്ന് പറഞ്ഞ ശരിയാ. ഇത്രയും നല്ല അയണൊക്കെ ചെയ്ത് വെള്ളിയായിട്ട് ഇങ്ങനെ ഇട്ട് നിന്നിട്ട് നമ്മള് കാണിച്ചില്ലെങ്കിൽ മോശല്ലേ? എന്നെ കൊല്ലേ കാണിച്ചോട്ടെ. ഞാൻ മാറട്ടെ? മാറ്. അതാണ് സ്പിരിറ്റ്. മാറ്. അങ്ങോട്ട് നോക്കി എങ്ങനെയുണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ? ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്വാളിറ്റിയാ? റേറ്റോ?
തീർച്ചയായിട്ടും അത് അടിപൊളി, എനിക്ക് ഇഷ്ടമായി. എന്നിട്ട് അത് പറഞ്ഞു വെച്ചിട്ട് ഒരു ലിസ്റ്റ് മൊത്തമായിട്ട് വന്നിരിക്കണം ഫുൾ കളക്ഷൻസ് എടുക്കാനായിട്ട്. അതെ, 2 ദിവസം നിന്നിട്ടേ പോകുള്ളൂ. 2 ദിവസം. അപ്പൊ കുട്ടികളുടെയാണ് മെയിൻ ആയിട്ട് എടുക്കണേ. എല്ലാം എടുക്കും, ടെക്സ്റ്റൈലിന് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം ഒരു ടെക്സ്റ്റൈലിന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും അല്ലെ? ഒറ്റയ്ക്കാണോ എപ്പോഴും? വേട്ടാവളിന്റെ കൂടെ വന്ന് വേറെ ആള് വീണ്ടും വേറെ തടിയനുണ്ട്, ടീമായിട്ട് വേറെ തടിയനുണ്ട്. ഞങ്ങൾ ടീമായിട്ട് വന്നിക്കണത്. എല്ലാരും കാണിക്കാൻ പറ്റുന്നില്ല, ഒക്കെ വേറെ വേറെ സ്ഥലത്താണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ നമ്മളെ വെസ്റ്റേൺ ആണ് കംപ്ലീറ്റ്. അത് എക്കണോമി റേറ്റ് ആണ് കംപ്ലീറ്റ്. എക്കണോമി റേറ്റിന്റെ വെസ്റ്റേൺ ആണ്. അവിടെ നമ്മൾ സിംഗിൾ ബോസ് കണ്ട് ഇത് കംപ്ലീറ്റ് എക്കണോമി റേഞ്ചിലെ വെസ്റ്റേൺ ആണ്. വെസ്റ്റേൺ കളക്ഷൻസ്. ഓക്കെ, ഇത് വെസ്റ്റേണിൽ കേട്ടോ. 2 എടുക്കാം. ഇതെല്ലാം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഒരു സിൽമര ആ സമയമാണ് പോണത്. ട്രെൻഡിങ്ങിൽ കോഡ് ഇപ്പൊ അതെ, സ്കേർട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഉണ്ടാവും, സൈസസ് ഉണ്ടാവും. ബൾക്ക് പർച്ചേസിംഗ് ആണ്, എല്ലാതും ബൾക്ക് പർച്ചേസിംഗ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കാണുന്നത് ഫുൾ സ്റ്റോക്ക് ആണ്. ഇത് ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് നോക്കണ്ട, ഇവർക്ക് വേറെ ഗോഡൌൺ ഇരിക്കുന്നുണ്ട് അവിടെ. ഞാൻ കണ്ടു ആ ഗോഡൌണിൽ നിറച്ചിങ്ങനെ ബോക്സുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇവിടുന്ന് സാമ്പിൾ സെലക്ട് ചെയ്യാം, അവിടേക്ക് പോവാ, അവർ സാധനങ്ങൾ എടുത്ത് അപ്പൊ തന്നെ ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കയ്യോടെ അവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം ഫുൾ ടൈം ഇങ്ങനെ വന്നോണ്ടേ നിൽക്കും. എപ്പോഴും 5 മിനിറ്റ് ഇങ്ങനെ ഐറ്റം ലോഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ പെൺകുട്ടികളുടെ സെക്ഷൻ ആയി. ഇനി നമുക്ക് നമ്മുടെ ആൺകുട്ടികളുടെ സെക്ഷനിലേക്ക് ഒന്ന് പോയാലോ? ഇതും കുട്ടികളുടെ തന്നെയാട്ടോ. എക്കണോമി റേഞ്ചിലുള്ള കുട്ടികളുടെ എത്ര കാണിച്ചാലും മതിയാവില്ല അല്ലെ? കുറേ വെറൈറ്റീസ്. അവർക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു മോഡേൺ ടച്ചിൽ വരുന്ന ഒരു സംഭവമാണ്. ഇത് ജയന്റെ കളറാ ഇല്ലേ? ആ, ജയന്റെ കളർ റെഡ് അല്ലേ? എന്തൊക്കെയാ വിളിച്ചു ട്രെൻഡിങ് അല്ലേ? ആ, പോവാം. അപ്പൊ നമുക്ക് ആണുങ്ങളുടെ ഒരു സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഇത് നല്ലൊരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നു. കോഡ് സെറ്റ് അല്ലേ കുട്ടികളുടെ? കുട്ടികളുടെ കോഡ് സെറ്റ്. അതും ഈ കാണുന്നത് എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത്. ആക്ച്വലി 20 മുതൽ 40 സൈസ് വരുന്നു. ഇതിലും വരുന്നുണ്ട്. കുട്ടികളുടെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. 40 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയ ടീനേജ് വരേക്ക് പോകുന്ന കളക്ഷൻസ് ആണ്. അതുപോലെ ഇത് കുട്ടികളുടെ, ഇത് കുട്ടികളാണ്. 18 മുതൽ 40 വരെ കുട്ടികളുടെ എല്ലാ ടൈപ്പ് ടോപ്സുകളും. നിങ്ങളിപ്പോ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഓൺ ബ്രാൻഡിൽ വരുന്ന ഐറ്റംസ് ആണ്. ജസ്റ്റ് നർത്തകി. അപ്പൊ ഇവരുടെ ഓൺ ബ്രാൻഡ് ആണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ് വരുന്നത്, നർത്തകി. അപ്പൊ ഇവരുടെ ബ്രാൻഡ് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ റീറ്റെയിലേക്ക് ഒരു സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. പക്ഷെ ബൾക്ക് ഹോൾസെയിൽ കിട്ടണമെങ്കിൽ ഇവിടേക്ക് തന്നെ വരണം. അപ്പൊ ഇത് നമ്മുടെ ഒരു ടീനേജ് സെക്ഷനായി. ഈ ഒരു പിന്നെ ഇവിടെ ഒരു എൻട്രൻസ് കാണുന്നുണ്ടല്ലോ, ഇതെന്താ? ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. പക്ഷെ ആ എൻട്രൻസിൽ നിന്ന് നോട്ടം പോകണില്ല. എനിക്ക് നോട്ടം പോണത് മൊത്തം ഇങ്ങടാ ഫ്രോക്കിലേക്ക് ഇല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കാണുമ്പോ തന്നെ ഒരു ലുക്ക് തന്നെയാണ്. കല്യാണത്തിനൊക്കെ ഇട്ടുപോയ പിള്ളേരെ നോക്കാണ്ടിരിക്കില്ല. അതേമാതിരി കളക്ഷൻസ് ഉള്ളത്. പിന്നത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഓണം കഴിഞ്ഞിട്ടും നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ. ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്ന. ഓണത്തിന്റെ തന്നെ ഇതും കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് ഓൺ പ്രൊഡക്ഷനിൽ വരുന്നത്, അതും നല്ല കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. കോട്ടൺ ഉണ്ട്. ഈ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. രണ്ട് മെറ്റീരിയൽ ആണ്. ഇനി നമുക്ക് ആൺകുട്ടികൾക്ക് കാണിക്കാം. തീർച്ചയായിട്ടും പോവാം. ഈ ഒരു സെക്ഷനിൽ എന്താ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ? ഇതാ ബോയ്സിന്റെ സെക്ഷൻ ആണ്. കംപ്ലീറ്റ് ഷർട്ടും നിക്കറാണ്. ആള് വെച്ചാൽ ഓൾറെഡി ഇതാ ഓരോരോ ഏരിയ കഴിഞ്ഞിട്ട് കസ്റ്റമർ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ടാണല്ലോ നമ്മൾ നോക്കിയിട്ട് വരുന്നത്. അങ്ങനെ അപ്പൊ അങ്ങനെ എടുത്തു വെച്ച കുറച്ച് കളക്ഷൻസ് നോക്കിയിട്ട് എടുത്തു വെച്ചാൽ ഓക്കെ. ഇത് കുറച്ചുകൂടി പ്രീമിയം, നമ്മൾ നേരത്തെ പെൺകുട്ടികളുടെ പറഞ്ഞ ആ ഒരു പ്രീമിയം. അതെ, ഇത് ശരിക്കും പ്രീമിയം അല്ല, അത് കുറച്ചൊന്ന് എക്കണോമി റേഞ്ച് ആണ് ഈ സെക്ഷനിലുള്ളത്. അപ്പൊ ഇതോ ഒക്കെ എക്കണോമി റേഞ്ച് കംപ്ലീറ്റ്. ഒക്കെ എക്കണോമി റേഞ്ച് ഐറ്റംസ്. ഈ കോട്ടും സൂട്ടാ ഒക്കെ എക്കണോമി റേഞ്ച്. അടിപൊളി. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് എക്കണോമി റേഞ്ച് ഐറ്റംസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതില് ഇതൊക്കെ കല്യാണത്തിനൊക്കെ ഇട്ട് പോകുമ്പോ റേഞ്ച് മാറും. പക്ഷെ ബർത്ത്ഡേ എല്ലാത്തിനും പറ്റും. പക്ഷെ ഇവിടെ റേറ്റ് കുറവിന് നമുക്ക് കിട്ടും. അപ്പൊ എല്ലാം വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഞാൻ ഈ കസ്റ്റമർ ഇങ്ങനെ എടുത്തു വെച്ചത് ഞാൻ എടുത്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാ ഐറ്റംസ് ഷെർവാനി തൊട്ട് കോട്ട് ഇൻഡോ വെസ്റ്റേൺ ഐറ്റംസ്, അതുപോലെ ഷർട്ടും നിക്കറും. ഇത് ഷർട്ട് നിക്കർ നോർമൽ ആയിട്ടുള്ളത്. പിന്നെ വെൽവെറ്റിലല്ലേ അടിപൊളി സാധനം. ഓ സൂപ്പർ. കുട്ടികളുടെ വെറൈറ്റീസ്. അപ്പൊ ഇതും ഒരു ബോക്സിൽ 3 പീസസ് വരുന്ന ഐറ്റംസ്. ഇതെങ്ങനെ സൈസസ് വരണേ? സൈസ് 0, 20, 24, 16, 18 എല്ലാ സൈസും വരുന്നത്. എല്ലാ സൈസും 24 സൈസ് വരെയാണ് ഈ സെറ്റ് വൈസ് ഐറ്റംസ് വരുന്നത്. ഓക്കെ, വിത്ത് പാന്റ് അടക്കം. ഇത് നോക്കിയ ഒരു വെറൈറ്റി. ഇതില് ബെൽറ്റ് ഫ്രീ ആട്ടോ. ഓക്കെ, ഇത് അടിപൊളിയുണ്ട്. ഇത് വരുമ്പോ
ഒക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്. ഇതൊന്നും പിടിച്ചേ, ആ ഷെയ്ഡ് നല്ല അടിപൊളിയുണ്ട്. അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. നല്ല ഷെയ്ഡുകളാണ്, നല്ല പേസ്റ്റൽ കളർ വിത്ത് നെക്ലസ് അടക്കം അല്ലേ? നെക്ലസ് ഫ്രീ ആണെന്ന് കണ്ടോ. ഇതൊക്കെ ബർത്ത്ഡേ കുട്ടികൾക്കുള്ളതാണ്. ഇനി ഇതല്ലാത്ത നമുക്ക് വലിയൊരുക്കുള്ള കളക്ഷൻ, ജെൻസിന്റെ കളക്ഷൻസിലേക്ക് ഒന്നും നമ്മൾ എത്തിയിട്ടേ ഇല്ല. ഓൾറെഡി ഇപ്പൊ തന്നെ നല്ല ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ, എനിക്കറിയാം. എന്നാലും ഇത് കാണിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിഷമം, ഒരു കുറ്റബോധം, അയ്യോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്, കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ബോയ്സ് ആൺകുട്ടികൾക്ക് കളക്ഷൻസ് കിട്ടില്ല. സാധാരണ ഇത് കോട്ട് സെറ്റ് അല്ലേ? വേണമെങ്കിൽ പറയാം. ഇത് വേണം പാന്റ് സെറ്റ് ഫുൾ സ്ലീവില് ഒക്കെ ഈ സെക്ഷനിലാണ് വരുന്നത്. സാധാരണ ആൺകുട്ടികളുടെ അമ്മമാർക്ക് ഒരു പരാതിയാണ്, ആൺകുട്ടികൾക്ക് കളക്ഷൻസ് കുറവാ, പെൺകുട്ടികൾക്കാണ് കൂടുതൽ കളക്ഷൻസ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എല്ലാം കിട്ടും. ഇപ്പൊ ഇവിടെ വന്നപ്പോ മനസ്സിലായില്ലേ ആൺകുട്ടികൾക്കും ഉണ്ട് കളക്ഷൻസ് എന്ന്. അപ്പൊ നമുക്ക് ഇത് നോക്കി, നല്ല കളേഴ്സ് അടിപൊളിയായിട്ട്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡ് എന്താ ഉള്ളത്? നേരെ ഇതേ ഐറ്റം തന്നെയാണ്. ഓക്കെ, ഇത് ആക്സസറീസ് അല്ലേ? ഇത് ആക്സസറീസും അവൈലബിൾ ആണ് കേട്ടോ. അത് എല്ലാ ആക്സസറീസ് ഉണ്ട് ഇവിടെ. ഈ കാണുന്നതൊക്കെ ആക്സസറി. ഇതെന്താ സംഭവം? ഇത് എന്റെ പിള്ളേര് വലുതായി. ഇത് സംഭവം എന്താ വെച്ചാല് ബോക്സിൽ ഇരിക്കുന്ന ഞാൻ ചോദിച്ചതാ. ബ്രഷ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി. അത് ബോക്സിന്റെ ഉള്ളിലായിട്ട് ഇരിക്കണ കാരണം എനിക്ക് മനസ്സിലാവേണ്ടത് ഹൈജീന്റെ കാര്യമാണ്, അതുകൊണ്ട് തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ആക്സസറീസും അവൈലബിൾ ആണ്. ഞാൻ ഒന്ന് അങ്ങോട്ട് കിടന്നോട്ടെ. അതില് ബൂട്ടീസ് അങ്ങനെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ടർക്കീസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും. ശരിക്കുള്ള മെയിൻ സ്ഥലം എന്ന് പറയുമ്പോ ഈ ഒരു സെക്ഷൻ ആണ്. ഇവിടെ എന്താ ഐറ്റംസ് വരുന്നത്? ഇത് കംപ്ലീറ്റ് ബോയ്സിന് തന്നെയാണ്. ബോയ്സിന് കാറ്റഗറി ആയിട്ടാണല്ലോ ഇത് സെക്ഷൻ തിരിച്ചിട്ടുള്ളത്. കാറ്റഗറി വൈസ് ആണ് കേട്ടോ. ഓരോന്ന് 3 പീസ് 2 പീസ് സെറ്റ്. ബോയ്സിന്റെ ടീഷർട്ട്, ഷർട്ട്, പിന്നെ അതുപോലെ തന്നെ ജെൻസിന്റെ ഷർട്ടുകള്, ടീഷർട്ടുകള്, പിന്നെ ബോയ്സിന് തന്നെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ഇതിലാണ് വരുന്നത്. ഇത് ഫുൾ ടീഷർട്ടിന്റെ ഡ്രസ് കോഡ് ടീഷർട്ടുകളാണ് കംപ്ലീറ്റ് യൂണിഫോം പോലെ. നമുക്ക് പെണ്ണുങ്ങളുടെ പോലെ തന്നെ ആണുങ്ങൾക്കും യൂണിഫോം സെക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ആവശ്യമുള്ളതും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയിലുള്ളത് ഒന്ന് ജസ്റ്റ് ഓടിപ്പിച്ച് പോവാട്ടോ. ഇത് ഇപ്പൊ ജെൻസിന്റെ ടീഷർട്ട് സെക്ഷൻ ആണ് കംപ്ലീറ്റ് ടീഷർട്ട് മാത്രം. അതിൽ റൗണ്ട് നെക്ക്, കോളർ നെക്ക്, എല്ലാ ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. ഇത് നല്ല പ്രിന്റ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രിന്റ് അല്ലേ? ഇത് എടുക്കുമ്പോ എത്ര പീസ് ആയിട്ട് എടുക്കണം? ഇതൊക്കെ സെറ്റ് വൈസ് ആണ് വരുന്നത്. M, L, XL, XXL, 3XL, 4XL, 5XL എല്ലാ സൈസിലും വരുന്നുണ്ട്. 5XL സൈസ് വരെ വരുന്നുണ്ട്. അതില് കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഒന്ന് എടുത്തൊന്ന് പൊന്തിച്ച് കാണിക്കി. എനിക്ക് എത്താത്ത സാധനങ്ങളൊക്കെ അതാ പൊന്തിച്ച് കാണിക്കി. കണ്ടോ, ഇത് സെയിം പ്രിന്റിൽ തന്നെയാണ് കേട്ടോ, ഡിഫറെന്റ് കളേഴ്സ് വരുന്നത് അല്ലേ? ഓക്കെ, ബോക്സിലൊക്കെ ഇങ്ങനെ വരിക ഫുൾ സെറ്റ് ചെയ്ത് മൊത്തമായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബോക്സില് സെറ്റ് വൈസ് ആയിട്ടാണ് വരിക കംപ്ലീറ്റ്. ഓ, അങ്ങനെ. ഇത് ഫുൾ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ, ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്. അതിന്റെ ജസ്റ്റ് ഓരോന്ന് എന്തായാലും പൊട്ടിച്ചതാ, ഒരു ലുക്ക് ഒന്ന് നമുക്ക് കാണാം. 5 സ്ലീവില് ഫ്രണ്ട് വേണം, ബാക്ക് വേണം, പ്രിന്റുകൾ ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്തേക്ക് പോവാം. നമുക്ക് ജെൻസിന്റെ സെക്ഷൻ ആണ് കംപ്ലീറ്റ്. ഇത് ഫുൾ ജെൻസിന്റെ. ഇവിടേക്ക് എത്തിയോ? കുട്ടികളുടെ അവിടെ കണ്ടോ? ഞങ്ങള് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മള് നമ്മുടെ പർച്ചേസിംഗ് നടക്കട്ടെ. നിങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഞങ്ങളുള്ളൂ അല്ലേ? ഓക്കെ, ഇത് ഈ ഷർട്ടിന്റെ ഒരു സെക്ഷൻ. ഇത് കാഷ്വൽ ആണോ? കാഷ്വൽ ഷർട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ പലതരം പ്രിന്റ്സ് വരുന്നുണ്ട്. ഇതിനും സൈസ് ഓൾ സൈസ് 40, 42, 44 സൈസ് എല്ലാ സൈസും അവൈലബിൾ. പിന്നെ ഈ ബോക്സ് പാക്കിംഗിൽ ഇരിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഫോർമൽ ഒക്കെ ഷർട്ടുകളാണ് കംപ്ലീറ്റ് ഷർട്ടുകളാണ്. ഫാൻസി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ, എല്ലാം വരുന്നുണ്ട് ബോക്സിൽ. ഓൾ ഐറ്റം എന്ന് വെച്ചാൽ അതിൽ സ്ലീവ്ലെസ് എന്ന് പറയുമ്പോൾ ഇവരെ കൊണ്ട് സ്ലീവ്ലെസ് ഇടിപ്പിക്കണം നമുക്ക്, ആണുങ്ങളെ കൊണ്ട്. നമുക്ക് മാത്രം ഇട്ട് നടന്നാൽ പോരാ അല്ലേ? ബോയ്സിന്റെ സെക്ഷൻ ആണ്. ഇത് കംപ്ലീറ്റ് ബോയ്സിന്റെ ഷർട്ടുകളാണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ വരുന്നത് ഇത് ഫുൾ ഇതൊക്കെ എക്കണോമിക് റേഞ്ച് ആണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് എക്കണോമിക് റേഞ്ചാ. എനിക്ക് നടക്കാനായിട്ട് സ്ഥലമില്ല. ഇത് റോൾ പാക്കിംഗ് നോക്കിട്ട് ഇങ്ങനെ ആയതാണ് കംപ്ലീറ്റ്. അതെ, ഇത് റോൾ പാക്കിംഗ് ആണ്. ഇവര് എന്നും രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ഫുൾ വീണ്ടും കറക്ഷൻ ആക്കും. ഇതൊന്ന് നോക്കാം. ഇതൊക്കെ ഏത് സൈസാ വരുന്നത്? ഒക്കെ 16 മുതൽ 38 വരെ സൈസ് വരുന്നുണ്ട് കുട്ടികളുടെ മാത്രം കേട്ടോ. കുട്ടികളുടെയിലും നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇത് നോക്കിയേ, ഷിബോറിയിൽ കേട്ടോ.
അടിപൊളി ഫുൾ ഡാർക്ക് കളർ പ്രിന്റ്. ഏത് പ്രിന്റ് ആണ് ഇതൊക്കെ? ഭയങ്കര റേറ്റ് കുറവ്. റേറ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, നിസ്സാര റേറ്റ്. പക്ഷെ നിങ്ങൾ GST അല്ലെങ്കിൽ നിങ്ങളുടെ കടയുടെ പേര് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക് ആക്കുള്ളൂ. അല്ലാത്ത ഒരു സിംഗിൾ പീസിന് നമ്മൾ പറയുന്നില്ല. ഇത് എങ്ങനെയാ പാക്കിംഗ്? ഇത് പാക്കിംഗ് ചെയ്തതാണ്. യെസ്. ഓ നല്ല സോഫ്റ്റ്. തൊട്ടോക്കിയേ, തൊട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. കുട്ടികളുടെ കളക്ഷൻ കേട്ടോ, ഷർട്ടുകള് 5 സ്ലീവ് വരുന്നതാണത്. കുട്ടികളുടെ പല മോഡൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെർവാനി ചിക്കൻ കറി വർക്കില് ഇതിൽ തന്നെ ലെങ്ത് കുറഞ്ഞതും കൂടിയതും സൈസസും അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇത് നമ്മളെ ബോയ്സിന്റെ സെക്ഷൻ. ഇത് ഈ കുട്ടീനെ ഒന്ന് എടുത്തോ, ഈ ഡങ്ക്രിസ്റ്റൻ. ഇവർക്ക് പോണല്ലേ കൊറേ നേരം. ഈ കുട്ടീനെ, ആ കുട്ടീനെയല്ല, ഈ കുട്ടീനെ എടുത്തോളാന്നാ പറഞ്ഞ, ആ കുട്ടീനെയല്ല. ഇവിടെ ഈ ചിക്കൻ കറിയുടെ കുറെ സെറ്റ് വൈസ് ആണ് വരുന്നത്. അത് സെപ്പറേറ്റ്, നേരത്തെ കണ്ട നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ്. മാത്രമായിരുന്നു, ഇത് സെറ്റ് വൈസ് ആണ് ആയിട്ടോ. ബോട്ടം കൂടി ഉണ്ടാവും ഇതിന്റെ കൂടെ. വിത്ത് പാന്റ് അടക്കം ഒരു സിംഗിൾ ബോക്സ് പാക്കിംഗ് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ ട്രെൻഡ് ആണ്. ഇപ്പൊ ഓണത്തിന് കുറച്ചുകൂടി കൂടുതൽ പോകുന്ന ഒരു സംഭവം. പിന്നെ ഇത് കോട്ട് സെറ്റില്, കോട്ട് സെറ്റ് പറയുന്നത് മാം ഇത് നമ്മൾ ഓൺ ബ്രാൻഡിലുള്ള ആയിട്ടാണ്. അതുപോലെ തന്നെ കൂപ്പർ ബോയ് എന്ന് പറഞ്ഞു. എന്ത് ബോയ്? കൂപ്പർ ബോയ് ഇവരുടെ ഓൺ ബ്രാൻഡ് കേട്ടോ. ബോക്സിലും നിങ്ങളുടെ പേര് തന്നെ, ടാഗ് വിട്ട് ബോക്സിലും ഇതാ കൂപ്പർ ബോയ് വരുന്നത്. അത് ബാക്കിലും ആ ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇത് നോക്കി, ഇത് ഫുൾ ഒന്ന് ഓടിപ്പിച്ച് നോക്കാം. നമുക്ക് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. സിംഗിൾ ബോക്സിൽ വന്ന നല്ല ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് കംപ്ലീറ്റ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള കുറച്ചുകൂടി പ്രീമിയം ലുക്കാണ്. എടുത്തിട്ടില്ല, കുറച്ചുകൂടി പ്രീമിയം ലുക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിലെ ബാക്ക് നോക്കിയേ. ഇതും അതുപോലെ നമ്മളൊരു ബ്രാൻഡാണ് മാം, പൊടിമോൻ. അടിപൊളി പൊടിമോന് പൊടിയായിട്ടുള്ള ഒരു ഡ്രസ് കേട്ടാ. ഇതാ ഇതും. അപ്പൊ എത്ര ബ്രാൻഡായി നിങ്ങൾക്ക് അത്യാവശ്യം മാറുന്നതിന്റെ? നമ്മളിപ്പോ വീഡിയോയിൽ കുറച്ച് ബ്രാൻഡുകളായി തിരക്കിനായിട്ട് കാണിച്ചു. അതും എവിടെ സ്ഥലത്ത് നമ്മൾ നിൽക്കണം, അപ്പൊ ആ ടൈമിൽ കാണിക്കാൻ പറ്റുന്നത് മാത്രം നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ ആ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട്. നല്ല ലൈറ്റ് വെയിറ്റിലോ സൂപ്പർ സൂപ്പർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലേക്ക് ഇനി പോകണ്ട, എല്ലാ സ്റ്റേറ്റിലത്തെ സംഭവം ഇവിടെ കിട്ടും. എല്ലാം ഇവിടെ കിട്ടും. ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലാന്ന്. മുകളിൽ തൊട്ട് അടി വരെ, അടിന്ന് ഈ സൗത്ത് തൊട്ട് വെസ്റ്റ് വരെ, പിന്നെ ഈസ്റ്റ് തൊട്ട് നോർത്ത്, എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് അപ്പൊ നേരത്തെ കണ്ടത് നമ്മൾ കോട്ട് ടൈപ്പ് തന്നെയല്ലേ? അതിന്റെ എക്കണോമിയാണ്, ഇത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടാണ്. ഓ അങ്ങനെ, അതാണ് ആ ഒരു പാക്കിംഗ്. കസ്റ്റമർ എടുത്തിട്ടാണ് ഇത് ഒരാൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പൂവാള ഐറ്റംസ് ആണ്. ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിലൊക്കെ ക്വാണ്ടിറ്റി അവൈലബിലിറ്റി ആയിക്കോട്ടെ, ഡ്രസ് കോഡ് പോലെ സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ക്വാണ്ടിറ്റി അവൈലബിലിറ്റി. ഓക്കെ. അപ്പൊ ഇത് കുട്ടികളുടെ ഒരു സെക്ഷൻ, എന്തായാലും കംപ്ലീറ്റ് ബോയ്സ് സെക്ഷൻ. ബോയ്സ് സെക്ഷൻ. ഈ ബോക്സിൽ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഇതിന്റെ സാമ്പിൾസ് ഉണ്ടാവും. ഇതിന്റെ സ്റ്റോക്ക് ഞാൻ എവിടെയൊക്കെ ഇരിക്കണം, കുറെ ബോക്സ് ആയിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ ബോയ്സ്. ആക്ച്വലി ഇത് ഫുൾ സാമ്പിൾസ് ആണ്. ഇവരെ സ്റ്റോക്ക് ഇരിക്കുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. അത് കംപ്ലീറ്റ് ബോയ്സിന്റെ സ്റ്റോക്കുകളാണ്. ഇവിടെ നിന്ന് ചൂസ് ചെയ്യാ. ഇവിടെ വന്നിട്ട് നമ്മൾ അത് ഏതാ ചൂസ് ചെയ്ത, ആ ചൂസ് ചെയ്തതിന്റെ സാമ്പിളിന്റെ ഫുൾ കളക്ഷൻസ് ഇവിടെ ഈ ഒരു സ്റ്റോക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് എടുക്കാട്ടോ. അത്രയും കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന ബോക്സ് ഒന്നും നമുക്ക് എന്താ പറയാ, അത്രയും നിറവ് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോയാലോ. അടുത്തൊരു സെക്ഷൻ പറഞ്ഞ നിറവുണ്ട് കേട്ടോ. ഞാൻ ഈ ബോക്സ് കാണിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി എന്താ നമുക്ക് കാണിക്കാനുള്ളത്? നമുക്ക് ന്യൂ ബോൺ സെക്ഷൻ ഉണ്ട്. ഓ, കുട്ടികൾ, ജനിച്ച കുട്ടികൾക്കുള്ളത് കാണിക്കാനുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം അല്ലെ. വെറൈറ്റി ഇതൊക്കെ നന്നായില്ലോ. കോഡ് സെറ്റുകളാണ്. ഇത് കോഡ് സെറ്റാ? കസ്റ്റമർ ചൂസ് ചെയ്ത് വെച്ചാണ് ഇപ്പോ. ഇത് കുറെ ഇരിക്കുന്നുണ്ട് സെയിം ആ ഒരു മോഡലില്. ഇങ്ങനെ എടുത്തോണ്ട് പ്രശ്നാവോ? ഇത് കോഡ് സെറ്റ് ആട്ടോ, സെയിം ആ ഒരു പാറ്റേൺ. ഇപ്പൊ കോഡ് സെറ്റ് പെണ്ണുങ്ങൾക്ക് തന്നെയല്ലോ കേട്ടോ, കുട്ടികൾക്കും ഭയങ്കര ട്രെൻഡി, ജെന്റ്സിനൊക്കെ അവൈലബിലിറ്റി ആണ് കോഡ് സെറ്റുകൾ. കോഡ് സെറ്റ് അല്ലേ? അതെ. ഓക്കെ. അതും നല്ല തുണിയാണ്, അടിപൊളി പ്രിന്റാ. അതും നല്ല തുണിയാണ്. ഇതൊക്കെ നല്ല ബെനി സ്റ്റഫിലും വരുന്നുണ്ട്. ഇത് 3 പീസിന്റെ ആട്ടോ, വിത്ത് ജാക്കറ്റ് ടൈപ്പ്. കുറച്ച് പുറത്തുള്ള ഫാബ്രിക് ആണ് അല്ലേ? ഇമ്പോർട്ടഡ് ഫാബ്രിക്, കുറച്ച് നല്ല സോഫ്റ്റ് ഇമ്പോർട്ടഡ് ഫാബ്രിക്. നേരത്തെ കണ്ടത് കുറച്ച് കോട്ടൺ, അങ്ങനെ എല്ലാ ഫാബ്രിക് അവൈലബിൾ വരും. നേരിട്ട് വരും. വരണമെങ്കിൽ എങ്ങോട്ട് വരണം? മണിയൻ വാസു കോമപ്പാസിലേക്ക്. അതെവിടെയാ? കോഴിക്കോട്. യെസ്. അത് ഒന്നുകൂടി എക്സൈറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ന്യൂ ബസ് സ്റ്റാൻഡിന്റെ ജസ്റ്റ് അടുത്തായിട്ടാണ് ഈ ഒരു സെഞ്ചുറി കോംപ്ലക്സ്. ഇവിടെ സെഞ്ചുറി മോൾ, സെഞ്ചുറി കോംപ്ലക്സ്, അങ്ങനെയൊക്കെ സെഞ്ചുറി മാർക്കറ്റ് ആണ് മൊത്തം സെഞ്ചുറി മാർക്കറ്റ്. സെഞ്ചുറി കോംപ്ലക്സിൽ അവിടെ മെയിൻ വലുതായിട്ട് തന്നെ കാണാം. എന്ത്? മണിയൻ വാസു കോമപ്പാസ്. അപ്പൊ നമ്മുടെ മണിയേട്ടാ വാ, കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിളിക്കണോണ്ട് ബഹുമാനം ഇല്ലാണ്ടല്ല, എന്നാലും ഒരു കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് പറയണത് കേട്ടോ.
ചേട്ടാ ചേട്ടാ ഇനി അവിടെ വെച്ച് കാണോ കുട്ടികളുടെ സെക്ഷനില്? ഞാൻ നിർത്തിന്ന്. ശരി. ബോയ്സിന്റെ പറയുമ്പോ ബോയ്സിന്റെ ബോട്ടം വെയറിലുള്ള എല്ലാ ഐറ്റംസ്, അത് വലിയവർക്കായാലും കുഞ്ഞു കുട്ടികൾക്കായാലും അല്ലെ? എത്ര വയസ്സ് തൊട്ടുണ്ട്? ശരിക്കും 16 സൈസ് മുതൽ. നിക്കർ വരുന്നത് നമുക്ക് 0 സൈസ് മുതൽ വരുന്നുണ്ട്. ശരിക്കും ന്യൂ ബോൺ മുതലുള്ള ബോട്ടം വെയർ ഉണ്ട് ബോയ്സിന്റെ. അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി ആണോ? പല പല ഐറ്റംസ്, പല പല എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ട് ഇങ്ങനെ. വാഷിംഗിൽ ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന ഒരുപാട് വെറൈറ്റികൾ, പല പല വാഷിങ്ങൾ. ഇതില് കളേഴ്സും അവൈലബിൾ ആണ്. ഇത് വെറൈറ്റീസും ഉണ്ട്, കളക്ഷൻസും ഉണ്ട്, സൈസസും അവൈലബിൾ ആണ്. പല പല വാഷിങ്ങളാണ്. ഇത് വലിയവർക്കുണ്ടോ? എല്ലാ ടൈപ്പും വരുന്നത്, എല്ലാ ടൈപ്പും വരുന്നത്, എല്ലാ ടൈപ്പും. ഒന്ന് വെച്ച് നോക്കിയേ. ഇതെനിക്ക് പറ്റില്ല. അല്ല, വെറുതെ വെച്ച് നോക്കാൻ. ഇതൊക്കെ ഏകദേശം ഇതിപ്പോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് സൈസ് ആണ്. അല്ല, സൈസ് അല്ല, ഞാൻ ഏകദേശം ഭംഗി ഉണ്ടാവല്ലോ, ഭംഗിയുണ്ടോ നോക്കണ്ടേ? ഇത് ഇട്ടിട്ട് ചന്ദനം ഇട്ടിട്ട് നടക്കണല്ലോ. അപ്പൊ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ഒരു ഐറ്റം വന്നില്ല, ബർഗർ ബാഗി. ബർഗർ ബാഗിയാ? ബർഗർ ബാഗി എന്നൊരു ഐറ്റം ഉണ്ട്. നമുക്ക് സാമ്പിൾ ഇട്ടോ, ഒന്ന് എടുക്കുക ചേച്ചി. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു പോതെ. ഇങ്ങനെ വെറൈറ്റീസ് ഇത് കളേഴ്സും ഡിഫറെന്റ് ആണ്. പല പല കളേഴ്സുകളുണ്ട്. പിന്നെ ഇത് മൊത്തം സാമ്പിൾസ് ആണ്, സാമ്പ് അല്ല, മൊത്തം സാമ്പിൾസുകൾ തന്നെയാണ് ഈ കാണുന്നത് മൊത്തം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഗോഡൌണിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അവിടുന്ന് അവിടുന്ന്. ഇത് ഫുൾ ബോട്ടം വരും. അതിൽ ഫോർമലിലും ഉണ്ട്, ഫോർമലുണ്ട്, ജീൻസിലുണ്ട്, പാരഷൂട്ട്, ബാഗി, അത് ഇതെന്നൊക്കെ പറഞ്ഞല്ല. എല്ലാ വെറൈറ്റീസും ഉണ്ട്. എടുക്കുമ്പോ എങ്ങനെയാ എടുക്കേണ്ടത്? ഇതിങ്ങനെ ഇതുപോലെയാണ് ജീൻസിനൊക്കെ സെറ്റ് വരിക. സൈസ് പല പല സൈസ് വരുന്നുണ്ട്. ജെൻസ് ആവുമ്പോൾ 28 മുതൽ 34 വരെ വരുന്നുണ്ട്, 30 മുതൽ 36 വരെ വരുന്നുണ്ട്, 30 മുതൽ 38 വരെ വരുന്നുണ്ട്. പല പല ബ്രാൻഡിനും പല പല സൈസുകളാണ്. നമ്മുടെ എന്തിട്ട് ബാഗ് എന്ന് പറഞ്ഞാൽ ബർഗർ ബാഗ്. ബർഗർ ബാഗ്. ബർഗർ ഇങ്ങനെ എടുക്കാ, നടുക്കിൽ വെക്കാ. എന്താ ഈ ബർഗറിന്റെ ഉദ്ദേശം? ഇത് 6 പോക്കറ്റ് വരുന്നതാ? 6 പോക്കറ്റ് വരുന്നില്ല. ഈ ഒരു ഐറ്റത്തിന് ബർഗർ ബാഗ് പറഞ്ഞാണ് മാർക്കറ്റിൽ ഇപ്പം അറിയപ്പെടുന്നത്. ഇതിങ്ങനെ 2 സൈഡ് ഇങ്ങനെ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇത് എത്ര വലിയവർക്കുള്ളത്? 20 മുതൽ 40 സൈസ് വരുന്നുണ്ട്. ഒരുപാട് കളർ ചാർട്ടുകൾ ഉണ്ട് ഇതിന്റെ ഒരുപാട് കളർ ചാർട്ട് ഉണ്ട്. ഓക്കെ, ആ ബോക്സ് കാണിച്ചപ്പോൾ പൊന്തിച്ച ഇതുപോലെ ബോക്സ് പാക്കിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇത് ഫുൾ ബ്ലാക്ക് കളറിൽ, സൈസസ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇത് ഫുൾ ജെൻസിന്റെ പാന്റ്സിന്റെ സെക്ഷൻ ആണെന്ന് വെച്ചാൽ ഇതിന്റെ അരയിലത്തെ താഴേക്കുള്ളത് എല്ലാ ഐറ്റംസും ഈ ഒരു സെക്ഷനില് 0 മുതൽ ജെൻസ് വരെയുള്ള എല്ലാം, ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ. ഇത് നോക്കിയേ, ബ്രാൻഡ് പാന്റീസിന്റെ ഒരു സെക്ഷൻ മാത്രം ഇവിടെ. അപ്പൊ ഞങ്ങക്ക് ബോട്ടം വരില്ലേ? ബോട്ടം വരുന്നത് ഇതിനകത്താണ് വരുന്നത്. രണ്ടും ഇവിടെ തന്നെയാണ്, രണ്ടും ഇവിടെ തന്നെയാ വരുന്നത്. ഓക്കെ, ഇത് ഇവിടെ ബോട്ടം വെയറിന്റെ സെക്ഷൻ ആണ്. അത് ലേഡീസിന്റെ ബോട്ടം വെയർ. ഇപ്പൊ നമ്മള് ജെന്റ്സിന്റെ അല്ലേ കാണിച്ചത്. അതില് കുർത്തി പാന്റ്, സിഗാർ പാന്റ്, ലിനൻ പാന്റ്, പലാസോ, ഇതൊരു പാന്റ്, സ്ട്രേറ്റ് ഫിറ്റ്, ലോങ് ഫിറ്റ്, അതങ്ങനെ എല്ലാ തരം ആങ്കിൾ ലെങ്ത്. ഇതിലെ ഡെനിം ഐറ്റംസ് കംപ്ലീറ്റ് സാമ്പിൾ ആണ്. ഇതൊരു ട്രെൻഡ് ആട്ടോ. ഇത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്. ലിനന്റെ ആണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം. ആ ഫാബ്രിക് ബോട്ടം വെയറിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഡെനിമിന്റെ കംപ്ലീറ്റ് ബോട്ടം വെയർ. പൊന്തിച്ച് കാണിച്ചോ വേഗം. സ്കേർട്ടുകള് അത് ലോങ് ഉണ്ട്, ആങ്കിൾ ലെങ്ത്തിൽ വരുന്നുണ്ട്, ഫ്രണ്ട് കട്ട് വരുന്നുണ്ട്, ബാക്ക് കട്ട് വരുന്നുണ്ട്, കളേഴ്സിൽ വരുന്നുണ്ട്. ഇത് ബാഗി പാറ്റേൺസുകളാണ് കംപ്ലീറ്റ്. ലേഡീസിന്റെ, കിഡ്സിന്റെ സൈസ് വരുന്നുണ്ട്. 16 മുതൽ 40 വരെ സൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസിന്റെ 28 മുതൽ 34 വരെ, 30 മുതൽ 38 വരെ സൈസ് വരുന്നുണ്ട്. സൈസസ് അവൈലബിൾ ആണ്, കളേഴ്സ് അവൈലബിൾ ആണ്. അതെ, വെറൈറ്റീസ് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഏത് മോഡൽ വേണമെങ്കിലും അവൈലബിൾ ആണ്. ലൂസ് ഫിറ്റിലുണ്ട്, ടൈറ്റിലുണ്ട്, മോം ഫിറ്റ് ഉണ്ട്, ബാഗി ഉണ്ട്. പിന്നെ ഇതും സ്കേർട്ട്, ഇത് പാന്റാ? അത് IMP ആണോ ഫാബ്രിക്? പല പല ടൈപ്പ് വരുന്നുണ്ട്. ഇത് അപ്പൊ ബോട്ടം വെയറിന്റെ തന്നെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നേരിട്ട് വരാണെങ്കിൽ കളക്ഷൻസ് ഒക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഹോൾസെയിൽ ഓൺലി, നോ റീറ്റെയിൽ, സിംഗിൾ പീസിന്റെ അല്ല. സ്കേർട്സിന്റെ ഫ്ലയർ നോക്ക്. ഇതാണ് ഫ്ലയർ കേട്ടോ. ഇതില് പല പല പ്രിന്റ്സ് ഡിജിറ്റൽ പ്രിന്റ് എവിടെ? ഇത് കോട്ടണില് പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഡിഫറെന്റ് അതെ, ഇതൊക്കെ ഡിഫറെന്റ് ഫാബ്രിക്കില് വരുന്നത് കേട്ടോ. ഓർഗൻസയിലുണ്ട്, ജിമിച്ചൂലുണ്ട്, കോട്ടണില്, ഇത് ലിനനില്, ജീൻസിന്റെ തന്നെ കുറെ മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ജീൻസിന്റെ ഒക്കെ ബോട്ടം വെയറിന്റെ സെക്ഷൻ അവിടെ പൊളിക്കില്ലേ. ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ലൈറ്റ് ഷെയ്ഡ് ആണ്, അതിന്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ, വിത്ത് ഫോറൽ ഡിജിറ്റൽ പ്രിന്റില്. പിന്നെ ഇത് കാണുന്നത് പലാസോ തന്നെ, ചിക്കൻ കറിയുടെ
ഇതിപ്പോ കസ്റ്റമറൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കണ കാരണം അങ്ങനെ കിടക്കണത് ഓപ്പൺ ആക്കിയിട്ടാണ് ഓപ്പൺ ആക്കി അങ്ങനെ കിടക്കണത് അതുകൊണ്ടാണ് ബോട്ടം വേഴ്സ് ആണ് മാം, കംപ്ലീറ്റ് ബോട്ടം വേഴ്സ് ആണ്. അതിനൊക്കെ സാമ്പിൾസ് ആണ്, സ്റ്റോക്ക് അല്ല, കംപ്ലീറ്റ് സാമ്പിൾസുകളാണ്. 1,00,000 മുകളിൽ തന്നെ ഷോപ്പിൽ നിറയെ കളക്ഷൻസ്. പിന്നെ സ്റ്റോക്ക് വേറെ സ്ഥലത്ത് ഗോഡൌൺ ആകെ ഒരു സെക്ഷൻ മാത്രം കാണിച്ചിട്ടുള്ള, ബാക്കിയുള്ള സെക്ഷൻ കാണണമെങ്കിൽ നേരിട്ട് ഈ ഷോറൂമിന്റെ ഏരിയ അല്ലാണ്ട് വേറെ ഏരിയയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. 10,000 സ്ക്വയർ ഫീറ്റിൽ വേറെ ഹൗസ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ സെക്ഷൻ മൊത്തം ഇത് പാന്റീസും അതുപോലെ തന്നെ ഡെയിലി യൂസ് ഐറ്റംസുകൾ ഉണ്ട് കംപ്ലീറ്റ്. കംപ്ലീറ്റ് ഡെയിലി യൂസ് ഐറ്റംസ്. പിന്നെ എന്താ ട്രാക്ക് പാന്റ്സ് അങ്ങനത്തെ എല്ലാ ഐറ്റം ഉണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതെന്താ ട്രാക്ക് പാന്റുകളാണ്. ട്രാക്ക് പാന്റ് ഉണ്ട്, ബ്ലാങ്കറ്റ്, ജെന്റ്സ് എല്ലാ സൈസും വരും. ഫർണിഷ് ഐറ്റംസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഫർണിഷ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡെയിലി വെയർ ഐറ്റംസും കംപ്ലീറ്റ് ഡെയിലി വെയർ ഐറ്റംസ് ആണ് കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ. നൈറ്റ് റൗണ്ട് വേണോ, സ്ട്രെയിറ്റ് വേണോ, കുത്തമ്പതാണോ, ഇങ്ങനത്തെ ഇതൊന്നും ഓടിപ്പിച്ച് നോക്കാം. അതായത് ഫുൾ പാന്റീസിന്റെ പല പ്രിന്റ്സ് പല ഇതിൽ വരുന്നുണ്ട്. പാന്റീസ് ഉണ്ട്, ബ്രാസ് ഉണ്ട്, ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം ഡെയിലി വേറെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇതൊക്കെ ബെഡ്ഷീറ്റും അവൈലബിൾ അല്ലേ? ബെഡ്ഷീറ്റും ചെയ്യുന്നുണ്ട്. ഇത് സ്കേർട്ട് ആട്ടോ, ജയ്പൂർ സ്റ്റൈലുള്ള കോട്ടൺ റെഗുലർ യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ സ്കേർട്ടുകൾ, സിമ്പിൾ ആയിട്ടുള്ള കുട്ടികളുടെ കളക്ഷൻസ് കേട്ടോ. കുട്ടികളെ തൊട്ട് വലിയവർക്കുള്ള എല്ലാം വരുന്നുണ്ട്. കാപ്രി ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഫിറ്റിൽ സെപ്പറേറ്റ് ഒക്കെ വന്ന് നോക്കാട്ടോ. കാരണം ഒരു കംപ്ലീറ്റ് ഫാമിലി എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് വീഡിയോസിൽ കാണിക്കാൻ പറ്റില്ല, അത്രയും കളക്ഷൻസ് ഉണ്ട്. അതും ഒരു കംപ്ലീറ്റ് ഫാമിലി എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പൊ ഇനി നമ്മള് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ തൊട്ടാണല്ലോ നമ്മൾ ഇത്രയും വലുതായി. ഈ കുട്ടികളെ ഒന്നും കാണിച്ചില്ലല്ലോ. പോവാം. കൊറേ നടന്ന് ക്ഷീണായി കേട്ടോ. കൊറേ കാണിക്കാണ്ട്. ഇനി ലാസ്റ്റ് ഫൈനലി ഇതല്ലേ നോക്കിയേ, നല്ല ഭംഗിയിലാണ് ഓരോന്നോരോന്ന് കിടക്കണത്. എടുക്കണേക്കാളും നല്ലതായിരിക്കണതാ. എന്ത് രസാ. ഇതിന്റെ കൂടെ ഇത് ഫ്രീ കേട്ടോ. കുട്ടികളുടെ പറയുമ്പോ 0 സൈസ് തൊട്ട്. വാവ്, അവരൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ. ഇതൊന്നും ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാട്ടോ. നമുക്ക് ഫുൾ കുട്ടികളുടെ കളക്ഷൻസ്, അതിൽ ഒക്കെ നല്ല നല്ല മെറ്റീരിയൽസ് അവൈലബിൾ ആട്ടോ. എന്താ കുട്ടികളുടെ പറയുമ്പോ കോട്ടണിലും വരുന്നുണ്ട്, സോഫ്റ്റ് ഫൈബർ, എല്ലാ മെറ്റീരിയൽസ് അതും സെപ്പറേറ്റ് പാക്കിങ്ങിൽ വരുന്നുണ്ട്. ഒരു ഹിന്റ് തരുന്നു മാത്രമല്ല കുട്ടികളുടെ കേട്ടോ. ഇതൊക്കെ കുട്ടികളുടെ കളക്ഷൻ. ഇത് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ ഇതൊക്കെ കാണിക്കുന്ന പെൺകുട്ടികളാണ്. ഇതേ സെയിം ആയിട്ട് തന്നെ ആൺകുട്ടികൾക്കും ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഈ ബോക്സിൽ ഇരിക്കണ നോക്കണ്ട, ബോക്സിൽ ഇരിക്കണതൊക്കെ ധമാക്ക സംഭവങ്ങളാണ്. ആൺകുട്ടികളുടെ ഐറ്റംസ് ആണ്. ആൺകുട്ടികളാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ന്യൂ ബോൺ ബേബി തൊട്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഒരുവിധം എല്ലാം കവറായും ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കാണാൻ കിടക്കുന്നുണ്ട്, ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് പാക്കിംഗ് അല്ലേ? സെപ്പറേറ്റ് പാക്കിംഗിലാണ് വന്നത്. ഇതാ സെപ്പറേറ്റ് പാക്കിംഗ് ന്യൂ ബോൺ ബേബീസ്. ഇത് ആൺകുട്ടികളുടെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതൊരു കസ്റ്റമർ സെലക്ട് ചെയ്ത് ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി ഇത് ബില്ലടിച്ച് കറക്ഷൻ ചെയ്തിട്ടൊക്കെ എത്ര തവണ റീചെക്ക് ചെയ്യും നിങ്ങൾ? ഇതൊക്കെ 2 തവണ റീചെക്ക് ചെയ്യും കംപ്ലീറ്റ്. കെട്ടുടുപ്പ് സംഭവങ്ങളുണ്ട് കേട്ടോ. ശരിക്കും ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കെട്ടുടുപ്പാണ്. ആ സംഭവങ്ങളുണ്ട്. കെട്ടുടുപ്പ് പണ്ട് പറയും, ഇപ്പൊ എന്ന് പറയുമ്പോൾ അത് നടുക്കിന് ബട്ടൺ ടൈപ്പ് ആയിട്ട് ആ മോഡലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ബോക്സിലൊക്കെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ലിറ്റിൽ ടോണി നല്ല നല്ല പേരുകളാണല്ലോ ഇവര് വെച്ചിരിക്കണൊക്കെ. ലിറ്റിൽ ടോണി. അപ്പൊ ഒരു ബ്രാൻഡ് കൂടി കണ്ടുപിടിച്ചോട്ടാ നമ്മൾ. അങ്ങനെ ബ്രാൻഡ് നോക്കാൻ നിന്നാ കുറെ ഉണ്ട് കാണിക്കാനുണ്ട് അല്ലേ? ലിറ്റിൽ ടോണി ഇവരുടെ ഓൺ ബ്രാൻഡ് കേട്ടോ. അപ്പൊ ഏകദേശം കവർ ആയെന്ന് ചോദിച്ചാ ഇല്ല, ഇപ്പോഴും ഇനി കിടക്കുന്നുണ്ട്, കവർ ആവാൻ കിടക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും തുടക്കത്തിൽ തന്നെ എത്തിയില്ലേ? ഇതാണ് നമ്മുടെ ഒരു റിസപ്ഷൻ ഏരിയ ആയിരുന്നത്. ഇവിടെ ആൾക്കാർക്ക് മാറിയ ആകെ പോയി വന്നപ്പോ കിളി പറഞ്ഞ പോലെ ഇപ്പൊ മൊത്തത്തില് വരുന്നത്. പോവാണോന്നാ ഞാൻ വന്നിട്ട് നേരെ കുറെ നടന്ന് പോയവാ. ഞാനില്ല, എന്നെ കാണിക്കേണ്ട. ഈ ഒരു ബില്ലിംഗ് സെക്ഷനിൽ ഇപ്പൊ തിരക്കൊന്നുകൂടി കൂടിട്ടോ. ഉള്ളതിനേക്കാളും തിരക്ക് കൂടി. രാവിലെ വന്ന പോലെയല്ല ഇപ്പൊ. ഇല്ലേ? 1 മണിയായി. രാവിലെ വന്ന പോലെയല്ല. ഇപ്പോഴും ഇനി കാണാൻ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ്. ഇത് നൈറ്റ് ഒരു സെക്ഷൻ അല്ലേ? ആ ഒരു സെക്ഷനും കൂടി ഒന്ന് സത്യം പറയാലോ ഇപ്പോഴും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സെക്ഷൻ കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കാണുന്ന മൊത്തം ഫ്രോക്ക് നൈറ്റീസ്, മാൻസി കട്ട്, ചുരിദാർ കട്ട്, എന്താ ബ്രാൻഡിന്? ഹണി റോസ്. ഞാൻ പറയൂല, പറഞ്ഞാ ചെലപ്പോ പണി കിട്ടേ. ദൈവമേ, നിങ്ങളാണ് ഈ പേരിട്ട
ഇത് എത്ര നാളെ ഈ പേര്? ഒരുപാടായിയാ? പണി കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല, സമാധാനം. ഇത് ഇട്ടാത് പൊളിയാവോ? അന്നൊരു 2 എണ്ണം മേടിച്ചു പോവായിരുന്നു. ഇതൊന്ന് ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു പോവാട്ടോ. ഇത് എല്ലാ തരം വെറൈറ്റീസ് നമുക്കിപ്പോ ചെറുതായിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്, നമ്മളെടുത്ത് കാണിക്കുന്നുള്ള ഡെയിലി വെയർ ഐറ്റംസ്. അതിൽ നമുക്ക് നൈറ്റി ബിറ്റ്സും ഉണ്ട്, റെഡിമെയ്ഡ് കളക്ഷൻസും ഉണ്ട്. ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് ഇതൊക്കെ ഡിസ്പാച്ച് പോവാനുള്ളതാ. ഇനി നമുക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പർദ്ദ അത് കാണിച്ചില്ലെന്ന് ചേച്ചി, ആ സെക്ഷനിൽ നിൽക്കണതല്ലേ? പർദ്ദയുണ്ടെന്ന്, അതും കാണിക്കാൻ മറക്കണ്ടെന്ന്. പർദ്ദയുള്ള ചേച്ചി ഇവിടെ കുറെ സാധനങ്ങൾ കാണിക്കാൻ ഇനിയും കെടുക്കാണ് ബാലൻസ്. അപ്പൊ നമുക്കൊന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞോ. പിന്നെ ഞാൻ പറയണം. ഞാനല്ലേ ഇവിടുത്തെ ആളൊക്കെ ഇവര്, നിങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാരല്ലേ? അല്ലേ? എന്നാ ഇവര് പറയട്ടെ ലൊക്കേഷൻ. എവിടെയാ നമ്മളിപ്പോ ഇവിടുത്തെ കോmpass റെഡിമെയ്ഡിലാണ് നിൽക്കുന്നത്. അതെവിടെ സ്ഥലം? സെഞ്ചുറി ബിൽഡിംഗ്, മൂന്നാമത്തെ ഫ്ലോർ. എവിടെ സ്ഥലം? ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയില്. അപ്പൊ ഡീറ്റെയിൽ ഇതാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡ്, സെഞ്ചുറി ബസ് സ്റ്റാൻഡ്, നിയർ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ്, ന്യൂ ബസ് സ്റ്റാൻഡ് രണ്ടും കൂടി പറയാം. അപ്പൊ വണ്ടി ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ കാല് കുത്തണത് സെഞ്ചുറി കോംപ്ലക്സിലാണ്. അതല്ലാത്ത വണ്ടിയായിട്ട് വരാണെങ്കിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇഷ്ടം പോലെ എത്ര വണ്ടി വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഒരു വണ്ടിയായിട്ട് വന്നാൽ മതി. അല്ല, ബാക്കിയുള്ളതൊക്കെ ഞങ്ങളിവിടെ ഞങ്ങൾ അയച്ചു തരും. ഇനി വീഡിയോ കോൾ, ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ, ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എവിടെ കിട്ടും? അത് എടുത്ത് പറയണോ? ഒന്നുകൂടെ എവിടെ കിട്ടും? നിങ്ങൾക്ക് വയസ്സില്ലേ? നിങ്ങൾക്ക് വയസ്സില്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരല്ലേ? നിങ്ങളെല്ലാരും പാടാ. നീ ഇവിടെ നിക്കുന്ന പിടിച്ചു നടക്കണോ? ഒന്നുകൂടി എവിടെ കിട്ടാത്ത സ്ഥലം റെഡി? ഈ സാധനങ്ങൾ ടെക്സ്റ്റൈൽസിന്റെ അല്ലാതെ എവിടെ കിട്ടും? ടെക്സ്റ്റൈൽസിന്റെ എല്ലാ സംഭവം എവിടെ കിട്ടും? ഞാനിനി ബെറ്റർ. ശരി, അടുത്ത വീഡിയോ ബൈ.